ഹലോ എവരിവൺ, ഹൗ ആർ യു? നമ്മുടെ ക്ലാസ് തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെ നമ്മുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ബ്ലോക്കാണ് അതിൽ ഡിസ്കസ് ചെയ്തത്. അതിലൊരു 4 യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്താൽ സൗകര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അതിലെ 4 യൂണിറ്റുകളാണ്. അതായത് 4th യൂണിറ്റ് ഒഴികെയുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 5th യൂണിറ്റുകളാണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇന്ന് 9:30-ക്കുള്ളിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തേർഡ് ബ്ലോക്കിലെ 5th യൂണിറ്റ് വരെയാണ്. അതായത് അടുത്ത ബ്ലോക്കിലെ 5 യൂണിറ്റും ഇപ്പോൾ പെൻഡിങ് ഉള്ള ഈ ഒരു യൂണിറ്റുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ബ്ലോക്കിലെ പല യൂണിറ്റുകളും വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ വലിയ വിശദീകരണം ആവശ്യമില്ല. അപ്പോൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ വിഷയത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ള 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. കൂട്ടത്തിൽ ഫോക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് കൂടി നമുക്ക് താരതമ്യേന മനസ്സിലാക്കാനുണ്ട്. അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്യം. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ PR വർക്ക് എന്നൊക്കെ പറയും. അതായത് ഒരു സംഘടന, ഒരു സ്ഥാപനം, ഒരു വ്യക്തി പൊതുജനങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, എങ്ങനെയാണ് അവരുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കുന്നത്, അതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ, PR വർക്ക് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വല്ലാതെ ഇങ്ങനെ ഹൈപ്പ് കിട്ടി വല്ലാതെ ഫേമസ് ആകുന്ന സമയത്ത് ഏതൊരു പാർട്ടിക്കാർ പറയുന്ന ഒരു സംഗതിയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല, കേവലം PR വർക്കാണെന്ന് പറയുന്നത്. യാഥാർത്ഥ്യമല്ല, മനഃപൂർവ്വം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നതാണെന്ന് ആളുകൾ എതിർ കക്ഷികളൊക്കെ പറയാറുണ്ട്. അതാണ് പബ്ലിക് റിലേഷൻ എന്നുള്ളത്. അത് എങ്ങനെയാണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് അവരോട് അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ സബ് യൂണിറ്റ്സുമായിട്ട് എങ്ങനെയാണ് അവർ കണക്ട് ചെയ്യപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് പബ്ലിക് റിലേഷനിൽ ഉണ്ടാവുക. പിന്നെ ഫോക്ക് മീഡിയ, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പറയാനുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതായത് പുരോഗമനത്തിനും അതുപോലെ തന്നെ സാമൂഹിക മാറ്റത്തിനും വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം, ഒരു കോൺസെപ്റ്റ് കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതും ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റിൽ മനസ്സിലാക്കിയാൽ മതിയാകും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് അഡ്വർടൈസ്മെന്റിനെ കുറിച്ചാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരസ്യം എന്നുള്ളത്. Advertising is a Latin term. It's a term derived from Latin word advertere, meaning to turn the minds towards. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ, പരസ്യം എന്ന് പറയുമ്പോൾ, അഡ്വർറ്റർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ടു ടേൺ ദ മൈൻഡ്സ് ടുവാർഡ്സ്, ഒരാളുടെ മനസ്സിനെ മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വസ്തുവിലേക്ക് ചായിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അഡ്വർറ്റർ എന്നുള്ള ടേമിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അഡ്വർടൈസിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിന് വേണ്ടി അയാളെ പ്രേരിപ്പിക്കുക. അപ്പൊ പരസ്യത്തിലൂടെ നമ്മൾ അതാണ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു, ആളുടെ മനസ്സിനെ അതിന് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറ്റുന്ന സംഗതിയാണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയാം. അതിന് വില്യം സ്റ്റാൻട്ടൺ നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഉള്ളത്. അഡ്വർടൈസിംഗ് is presenting a non-personal sponsor identified paid for message about a product or organization. ഒരു സ്ഥാപനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ കുറിച്ചോ പെയ്ഡ് ആയിട്ടുള്ള, കൃത്യമായിട്ട് ഫണ്ട് ഇറക്കിയിട്ട് സ്പോൺസർ ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നോൺ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലുള്ള ഒരു ആളുണ്ടായിരിക്കും, ഇപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടി ആയിരിക്കില്ല ഞാൻ പരസ്യം ചെയ്യുന്നുണ്ടാവുക, പേഴ്സണൽ ആയിട്ടായിരിക്കില്ല, മറിച്ച് ദ ഹോൾ സൊസൈറ്റിക്ക് വേണ്ടി എല്ലാവർക്കും കാണാൻ പാകത്തിനായിരിക്കും പരസ്യം ചെയ്യാം. അപ്പോൾ ഒരു വസ്തുവിനെ പണം ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന അത്തരം സംഗതികളെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയാം, അഡ്വർടൈസിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു പരസ്യം ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഡയറി മിൽക്കിന്റെ പരസ്യം എന്ന് ജസ്റ്റ് മനസ്സിൽ വരുക, അല്ലെങ്കിൽ മിൽമയുടെ പരസ്യം. അപ്പോൾ ആ പരസ്യം മിൽമ ചെയ്യുന്നത് എന്തായാലും ഏത് പരസ്യ കമ്പനിക്കാണോ കൊടുത്തിട്ടുള്ളത് അവർക്ക് പണം നൽകിയിട്ടാണ്, മിൽമ എന്ന് പറയുന്ന സ്പോൺസറെ വ്യക്തമാക്കിയിട്ടാണ്. പിന്നെ ഏതോ രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ല പരസ്യം ചെയ്യുന്നത്, മറിച്ച് കേരളത്തിലുള്ള പാലുൽപ്പന്നം വാങ്ങുന്ന എല്ലാ മലയാളികളെയും ഉദ്ദേശിച്ചിട്ടാണ്, ഒരിക്കലും അത് പേഴ്സണൽ അല്ല, എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പരസ്യം ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ്. അത് നോൺ പേഴ്സണൽ ആണ്, സ്പോൺസർ ആരാണെന്നുള്ളത് വ്യക്തമാണ്, സ്വാഭാവികമായിട്ട് അത് പെയ്ഡ് കൂടിയാണ്. പരസ്യം എന്ന് പറയുമ്പോൾ അത് പെയ്ഡ് ആയിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും മറ്റൊരാളിലേക്ക് കൈമാറുക എന്നുള്ളതാണ് പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുതിയ കാലത്ത് മാസ് കമ്മ്യൂണിക്കേഷനിൽ പരസ്യത്തെ കുറിച്ച് പഠിക്കാനുള്ള കാരണം മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പരസ്യം എന്നുള്ള പ്രവർത്തനം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനിഷൻസ് നോക്കുമ്പോൾ 3 ഡെഫിനിഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്.
ഏതൊക്കെയാണ്? അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നൽകിയിട്ടുള്ള ഒരു നിർവചനമാണ്. എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസന്റേഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ. നേരത്തെ പറഞ്ഞ സംഗതി തന്നെ, കൃത്യമായ ഒരു സ്പോൺസർ, ആരാണ് സ്പോൺസർ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ സർവീസുകൾ, അവരുടെ ആശയങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ കൃത്യമായിട്ട് ഹോൾ സൊസൈറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പെയ്ഡ് ആയിട്ടുള്ള, അതായത് ഫണ്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, പ്രസന്റേഷൻസുകളും എന്താണ്? പരസ്യമാണ് എന്ന് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നിർവചിക്കുന്നത് കാണാം. ഇനി വെബ്സ്റ്റാറിന്റെ ഒരു നിർവചനം നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ടു ഗീവ് പബ്ലിക് നോട്ടീസ് ഓർ ടു അനൗൺസ് പബ്ലിസിറ്റി. ഒരു സംഗതിക്ക് പബ്ലിസിറ്റി നൽകാൻ, ദൃശ്യത നൽകാൻ, ഒരു കാര്യം പൊതുമധ്യേ പ്രഖ്യാപിക്കുന്നതിനെയാണ്, അനൗൺസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പരസ്യം എന്ന് പറയുക എന്ന് വെബ്സ്റ്റാർ നിരീക്ഷിക്കുന്നുണ്ട്. ഗാർട്ട്നർ എന്ന് പറയുന്ന സ്കോളറുടെ ഇതിലേക്ക് കടക്കുന്ന സമയത്ത്, advertising is the means of mass selling that has grown up parallel with and has been made necessary to mass production. അതായത് ഒരു മാസ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെയാണ്, അതിലൂടെ മാസ് പ്രൊഡക്ഷൻ സാധ്യമാക്കുന്ന ആ ഒരു സംഗതിയെയാണ് അഡ്വർടൈസിംഗ് എന്ന് ഗാർട്ട്നർ വിളിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ ഒരു രണ്ടെണ്ണം പഠിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെയും അതുപോലെ തന്നെ വെബ്സ്റ്റാറുടെയും ഡെഫിനിഷൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രണ്ട് ഡെഫിനിഷൻസും കൃത്യമായിട്ട് പഠിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസുമായി കണക്ഷൻ ഉള്ള സംഗതി തന്നെയാണ്. ഇപ്പൊ ഇവിടുത്തെ നെയിം വില്യം ജെ സ്റ്റാൻട്ടൺ എന്നുള്ള ആ ഒരു നെയിം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പരസ്യത്തിന്റെ ഫീച്ചേഴ്സ് നോക്കാം. സവിശേഷതകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ബഹുജന ആശയവിനിമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പറിലത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് നോൺ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതല്ല, മറിച്ച് സമൂഹത്തിലേക്ക്, മൊത്തം പ്രേക്ഷകരിലേക്ക് നമ്മളത് എത്തിക്കുന്നു. ഇതിലൂടെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ, അതായത് ഈ ഒരു ഉൽപ്പന്നം വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഉപഭോക്താക്കളിലേക്ക് ആ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സുകൾ അത് കൃത്യമായിട്ട് എത്തിക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ സഹിതം എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പോയിന്റ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ആ ഒരു കമ്പനിയെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ, കച്ചവടം വർദ്ധിപ്പിക്കാനും ലാഭം ഉണ്ടാക്കാനും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു പ്രവർത്തനം സഹായകമാകാറുണ്ട്. ദെൻ പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അഡ്വർടൈസർ പേസ് ആൻഡ് ഈസ് ക്ലിയർലി ഐഡന്റിഫൈഡ്. ആരാണ് പരസ്യം ചെയ്യുന്നത് അയാൾ അതിൽ പണം ഇറക്കിയിട്ടുണ്ടായിരിക്കും. ആരാണ് അഡ്വർടൈസർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ക്ലിയർലി ഐഡന്റിഫൈഡ് എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഒരേ സമയം അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് നോളജും രണ്ടും ചേരുമ്പോഴാണ് ഇത് രൂപപ്പെടുന്നത്. ക്രിയേറ്റിവിറ്റി ആൻഡ് കൃത്യമായിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ടുള്ള അറിവ്, അതോടൊപ്പം തന്നെ എത്തിക്സ്, 3 ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് കലാപരമായിരിക്കും, അതുപോലെ തന്നെ ആ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരം കൈമാറും. അതിലുപരി നുണ പറയാതെ സത്യം മാത്രം പറയുന്ന ഒരു എത്തിക്സ് കൂടി പരസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു കാര്യം. ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് ടൂളാണ്. കൺസ്യൂമറെ ഫോക്കസ് ചെയ്തിട്ടാണ് അതിന്റെ മെസ്സേജുകൾ ഉണ്ടാകുക. ഇത്രയാണ് ആ ഒരു പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. 10 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സിമ്പിൾ ആണ്, എണ്ണി പഠിക്കുക. പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയാണ് പരസ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആളുകൾക്ക് മതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സെല്ലിങ്ങുകൾ പലപ്പോഴും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പരസ്യം ചെയ്യാറുണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് ബിയോണ്ട് എ സെയിൽസ് പേഴ്സൺ ആക്സസ്. ഇപ്പൊ നമ്മൾ കട ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കടയുടെ മുമ്പിലൂടെ പോകുന്നവർ മാത്രമേ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിയുള്ളൂ. പക്ഷെ ലോകത്തുള്ള എല്ലാവരും, അല്ലെങ്കിൽ ചുരുങ്ങിയത് ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആൾക്കെങ്കിലും ഇങ്ങനെ ഒരു കട ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ പരസ്യം ചെയ്യൽ നിർബന്ധമാണ്. ആളുകൾ ആ കടയുടെ മുമ്പിലൂടെ വരുമ്പോൾ വിളിച്ചു കയറ്റുക എന്നുള്ളത് മാത്രം പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു കസ്റ്റമറുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു. പിന്നെ പുതിയ മാർക്കറ്റുകൾ, വോയിസ് കട്ടിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ. ഒരു ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ, ഇത്തരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പരസ്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ജനറൽ പോയിന്റ്സ് ആണ്. എന്താ പറയാ, ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിവരണം അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഏകദേശം ധാരണ കിട്ടും. പിന്നെ നിങ്ങൾ ആ നോട്ട് ഒന്നും കൂടി വായിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ കാര്യം കഴിയില്ല. കാരണം
ഒരു 250 പേജ് ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ഈ ഒരു 4 ദിവസം കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കോർ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ പബ്ലിക് റിലേഷൻ ആണ് അടുത്ത പോയിന്റ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ PR വർക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഹൗ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് ആർ പ്രസന്റഡ് ടു ദി പബ്ലിക് എയിമിംഗ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ഇമേജ്. എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനിയെ പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ആ ചെയ്യപ്പെടുന്ന ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകും. ആ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയും. പബ്ലിക് എന്ന് പറയുമ്പോൾ പൊതുജനം, റിലേഷൻ എന്ന് പറയുമ്പോൾ ബന്ധം. പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പൊതുജനങ്ങളോട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഇന്ത്യയിലെ വികസനത്തിന്റെ പര്യായമാണ് എന്നുള്ള രൂപത്തിലാണ് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞ് ഫലിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പബ്ലിക് റിലേഷൻ ആ ഒരു അർത്ഥത്തിലാണ് പോവുക. അങ്ങനെ ഇന്ത്യയിലുള്ള വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് ആ പാർട്ടിയാണ് എന്നുള്ളൊരു പേര് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുക. അപ്പൊ അത് പല രൂപത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു എക്സ്ട്രീം ലെവലാണ്. ഇപ്പൊ കേവലം ഒരു വിവരങ്ങൾ അറിയിക്കുക, അങ്ങനെ പത്രക്കുറിപ്പുകൾ ഇറക്കുക, അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുക, ഇന്റർവ്യൂകൾ, സോഷ്യൽ മീഡിയ ഇവന്റ്സ് മറ്റൊക്കെ PR നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിൽ ഒരു ഉദ്ദേശിക്കപ്പെട്ട നരേറ്റീവ്, ആ പാർട്ടിക്ക് അനുകൂലമായ നരേഷൻസ് മാത്രം അല്ലെങ്കിൽ കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ പരസ്യവും PR-ഉം ഒന്നല്ല എന്ന് ചോദിച്ചാൽ ഒന്നല്ല. കാരണം PR എന്നുള്ളത് പലപ്പോഴും അൺപെയ്ഡ് മീഡിയയാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. ഒരു പത്രസമ്മേളനം വിളിക്കുന്നതിന് ചെലവൊന്നുമില്ല. എന്നാൽ അതേ സമയത്ത് നാട്ടിൽ ഫ്ലെക്സ് വെക്കാൻ ചെലവുണ്ട്, ബിൽബോർഡ് വെക്കാൻ ചെലവുണ്ട്. അപ്പോൾ അൺപെയ്ഡ് മീഡിയ വഴിയാണ് PR ചെയ്യുക. അത് വളരെ സ്വാഭാവിക സ്വഭാവത്തിലായിരിക്കും. ഒരിക്കലും ഇതൊരു പരസ്യമാണ് അല്ലെങ്കിൽ ഇത് ഇന്നൊരു ബ്രാൻഡിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ളത് മനസ്സിലാകാൻ. നേരത്തെ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞു അത് പെയ്ഡ് ആണ്, അത് സ്പോൺസേർഡ് ആണ്, ആരാണ് സ്പോൺസർ എന്നൊക്കെ വ്യക്തമാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു പാർട്ടിയെ കുറിച്ചിട്ട് ഒരു നല്ല മതിപ്പ് ഒരു നാട്ടിൽ ഉണ്ടാകുന്നത് ഒരിക്കലും എന്തല്ല കൃത്യമായിട്ട് ഇന്ന പാർട്ടി ചെയ്ത PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടാണ്? അത് അൺപെയ്ഡ് ആണ്, ഒരിക്കലും ഒരു സ്പോൺസർ ആണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് എതിർ പാർട്ടികളൊക്കെ മറ്റു പാർട്ടികൾക്കെതിരെ PR വർക്ക് ആരോപിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഇനി ക്രൈസിസ് മാനേജ്മെന്റിന് ഇത് സഹായിക്കാറുണ്ട്. പലപ്പോഴും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെ, പാർട്ടി എന്നുള്ളൊരു ഉദാഹരണമാട്ടോ, പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ഥാപനത്തിനെതിരെയുള്ള നെഗറ്റീവ് ഇമേജ് കുറച്ച് കൊണ്ടുവരാൻ അത് സാധിക്കാറുണ്ട്. ദെൻ എന്തായാലും എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. PR എഫേർട്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് സ്ട്രാറ്റജി മാത്രമായിട്ട് ചുരുങ്ങി പോകാൻ പാടില്ല. പബ്ലിക് കമ്പനീസിനൊക്കെ അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ബന്ധപ്പെട്ട് പറയാനുള്ള ബേസിക് പോയിന്റ്. ഇനി PR-ന്റെ ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള കുറെ ഡെഫിനിഷൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു കോർ ഭാഗം മനസ്സിലാക്കുക. വേൾഡ് അസംബ്ലി ഓഫ് PR, അവർ ആ ഒരു സ്ഥാപനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഡെഫിനിഷൻ പ്രകാരം ഇതൊരു കലയും ഒരു സാമൂഹിക ശാസ്ത്രവുമാണ്. PR എന്നുള്ളത് എന്താണ്? ഒരു ആർട്ടാണ്, ഒരു കലയാണ്. കേവലം പ്രവർത്തനമല്ല, മറിച്ച് അതൊരു കലയാണ്. അതിലൂടെ പുതിയ കാലത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ട്രെൻഡ് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നേതാക്കളെ കൗൺസിൽ ചെയ്തെടുത്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു സ്ഥാപനമോ പബ്ലിക്കോ നടപ്പിലാക്കുക. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെട്ട കലയെയാണ് വേൾഡ് അസംബ്ലി ഓഫ് PR എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് PR-ന്റെ പ്രകാരം ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫംഗ്ഷൻ. അത് കൃത്യമായ സ്ട്രാറ്റജിയുടെ പുറത്ത്, ഒരു കൃത്യമായ പ്ലാനിന്റെ പുറത്ത് ഏതോ ഒരു സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് പ്രസിദ്ധിയോ ദൃശ്യതയോ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ് PR എന്നുള്ളത്. അതൊരു കല എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ് PR എന്നുള്ളത് കാണാം. ഇനി എഡ്വാർഡ് ബെർണേഴ്സിന്റെ പ്രകാരം ഇതൊരു അറ്റംപ്റ്റ് ആണ്, ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പെർസെപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണ്, ഒരു ശ്രമമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുള്ളത്, PR-നെ കണ്ടിട്ടുള്ളത്. പിന്നെ ജോണി മാർസ്റ്റനും അദ്ദേഹവും ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ വായിച്ചിട്ടുള്ളത്. അത് പൊതുജനങ്ങളുടെ ഒരു താല്പര്യങ്ങളെ മനസ്സിലാക്കുക, അതിനെ വിലയിരുത്തുക, അതിനനുസരിച്ചിട്ട് പൊതുജന താല്പര്യത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഒരു സ്ഥാപനത്തിന്റെ പോളിസികളെ നിർണ്ണയിക്കുക, അത് വ്യക്തമായ കമ്മ്യൂണിക്കേഷനിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ് PR എന്ന് ജോൺ മാർസ്റ്റനും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ ഏതാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, ആ സ്കോളറിന്റെ പേര് സഹിതം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് സഹിതം
നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മലയാളം നോട്ട് വായിച്ചാൽ ഒന്നുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെയുള്ളതാണ് പബ്ലിക് റിലേഷൻ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് വൺ വേഡ് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മറ്റുള്ളത് മലയാളത്തിൽ എഴുതാൻ അങ്ങനെ പറ്റുമോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിന്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലായിട്ടുണ്ടാവാം. അപ്പൊ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിലോട്ട് എഴുതാൻ അങ്ങനെ പറ്റുമോ? അത് ശരിയായൊരു മാർഗമല്ല. നമ്മളൊരു എക്സാം ഒരു ഭാഷയിലാണ് എഴുതുന്നത്. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ അതിന്റെ പ്രൈമറി ലാംഗ്വേജ് മലയാളം ആകണം. ഇംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇംഗ്ലീഷ് കൊടുക്കാം. പക്ഷെ ഒരു ആൻസർ ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതല് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോ അതാണ് പൊതുവേ ഉള്ള ഒരു എക്സാമിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതിന് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ടോയെന്ന് അറിയില്ല. സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികൾ പറയല് ഏതൊരു ഭാഷയിൽ എഴുതാന്നുള്ളതാണ്. പിന്നെ നോക്കുന്ന ആളുടെ സൗകര്യം അനുസരിച്ചാണ്. അവർക്ക് മാർക്ക് ഇടാൻ തോന്നി ചിലപ്പോൾ ആൾ ഇട്ടാന്നാലും മാർക്ക് കിട്ടായില്ല. പക്ഷെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അതായത് ഒരു എക്സാം ഒരു ഭാഷയിൽ എഴുതലാണ് അതിന്റെ വൃത്തി. ഇംഗ്ലീഷ് കൊടുക്കൽ നിർബന്ധമായി വരുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ബ്രാക്കറ്റിൽ ഇട്ട് എഴുതണം. കാരണം അത് സെക്കൻഡറി ലാംഗ്വേജ് ആണ്. പ്രൈമറി ലാംഗ്വേജ് മലയാളമായിരിക്കും. പക്ഷേ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം എഴുതിയാലും മതി. ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ മറ്റത് മലയാളത്തിൽ അതൊരു ശരിയായ രീതിയല്ല. ഇനി അഥവാ എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ കിട്ടി, അത്രേ അതിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്, ഫംഗ്ഷൻ ആണ്. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കമ്പനിക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ഫേവറബിൾ ഇമേജ്, ഒരു സ്വീകാര്യതയുടെ മുഖം കിട്ടുന്നു, ഒരു നല്ല ഗുഡ്വിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഡെഫിനിഷൻസ്. ഇനി വ്യത്യസ്ത ടൈപ്പുകളാണ്. ഈ ടൈപ്പിന്റെ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യണ്ട, വിശദീകരണം ഒന്നും അല്ലാതെ പഠിക്കേണ്ട. ആ ടൈപ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ആ പേരിൽ തന്നെ എന്താണ് സംഗതി അടങ്ങിയിട്ടുണ്ട്. മീഡിയ റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ മീഡിയയുമായിട്ട് നമ്മൾ പുലർത്തുന്ന ബന്ധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇപ്പൊ വാർത്തകള്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ, ഇത്തരം മീഡിയ പ്രവർത്തനങ്ങളെയാണ് മീഡിയ റിലേഷൻ എന്ന് പറയാം. ഇനി പ്രൊഡക്ഷൻ റിലേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഒരു പുതിയ ഫുഡ് ഐറ്റം മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. അപ്പൊ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനം അതെന്തായിരിക്കും? അത് പ്രൊഡക്ഷൻ റിലേഷൻ ആയിരിക്കും. ഇനി ഏതോ ഒരു ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇവന്റ് അതിന്റെ ഫിനാൻഷ്യൽ രീതികളൊക്കെ ബന്ധപ്പെട്ട PR വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റർ റിലേഷൻസ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഇന്റേണൽ റിലേഷൻ എന്നുള്ളത്. അതായത് ഒരു കമ്പനിക്ക് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഏതെങ്കിലും ഒരു പൊതു ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകളുടെ ഒക്കെ ഉള്ളിൽ ഇപ്പോൾ ചില സംസ്ഥാന സമിതി ഉണ്ടായിരിക്കും. അവർക്ക് എന്തുണ്ടായിരിക്കും? ഓരോ ജില്ലയിലും ജില്ലാ കമ്മിറ്റി ഉണ്ടാകും. ജില്ലാ കമ്മിറ്റികൾക്ക് മണ്ഡലം കമ്മിറ്റി ഉണ്ടാകും. ചിലർക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക്കായി പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു PR വർക്ക് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ റിലേഷൻ എന്ന് വിളിക്കാം. ഇന്റേണൽ മീൻസ് ആന്തരികമായിട്ട് നടക്കുന്നത്, ഒരു സ്ഥാപനത്തിനകത്ത് നടക്കുന്ന എന്ന് അർത്ഥം. പിന്നെ ഒന്നാണ് ഗവൺമെന്റ് റിലേഷൻസ് എന്നുള്ളത്. അതായത് ഗവൺമെന്റ് ബോഡികളെയും പൊതുജനങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണത്. അപ്പൊ അത് പൊളിറ്റീഷ്യൻസിന് വേണ്ട രീതിയിലുള്ള സൂചനകൾ കൊടുക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് സഹായിക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്ന PR വർക്കാണ് ഗവൺമെന്റ് റിലേഷൻ എന്നുള്ളത്. അതിന് കമ്മ്യൂണിറ്റി റിലേഷൻ എന്ന് പറയുന്ന സംഗതി കൂടിയുണ്ട്. അതായത് സമൂഹത്തിനകത്ത് ഫിസിക്കലായിട്ടോ സോഷ്യലായിട്ടോ ഉള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള PR വർക്കുകൾ കമ്മ്യൂണിറ്റി റിലേഷനിൽ പെടുത്താവുന്നതാണ്. പിന്നെ വരുന്ന സംഗതിയാണ് കസ്റ്റമർ റിലേഷൻ എന്നുള്ളത്. അതായത് ബിസിനസ് കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റിനും മാർക്കറ്റിലും നല്ല സ്വീകാര്യത കിട്ടാൻ കസ്റ്റമേഴ്സിന് അനുയോജ്യമായ രൂപത്തിലുള്ള PR വർക്ക്. അപ്പോൾ അതൊക്കെയാണ് ടൈപ്സിൽ പറയാനുള്ളത്. അപ്പൊ മീഡിയ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രി, ഇന്റേണല്, ഗവൺമെന്റ്, കമ്മ്യൂണിറ്റി, കസ്റ്റമർ, ആ സംഭവങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ അതിൽ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പൊ I വെച്ചിട്ട് 2 ഉണ്ട്, പിന്നെ C വെച്ചിട്ട് 2 ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോഡ് വെച്ചാൽ നിങ്ങൾക്ക് അത് ആലോചിച്ചെടുക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രി, ഇന്റേണല്, കമ്മ്യൂണിറ്റി, കസ്റ്റമർ, ഇങ്ങനെ 2 അപ്പൊ തന്നെ 4 പഠിച്ചു. പിന്നെ മീഡിയ റിലേഷൻ ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഗതിയാണ്. അപ്പൊ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു 5 വളരെ സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ കസ്റ്റമർ എന്നുള്ളതിലേക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ റിലേഷൻ ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയ രീതിയിൽ ഈ ടേംസ് ഓർത്ത് വയ്ക്കുക. വിശദീകരിക്കാൻ പിന്നെ അത് എളുപ്പമാണ്. അതായത് ഇവിടെ ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സംഗതി ഒന്ന് വൃത്തിയിൽ നല്ല ഭാഷയിൽ അവിടെ എഴുതിയാൽ മതിയാവും. ഇവിടെ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ PR ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്നുള്ളത് ഒപ്റ്റെയിൻ പബ്ലിക് കോർപ്പറേഷൻ, പൊതുജനങ്ങളിൽ നിന്നുമുള്ള ഒരു സ്വീകാര്യത, അവിടെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായകമാണ്. ഉദാഹരണത്തിന് കൺസ്യൂമേഴ്സിൽ നിന്ന്, എംപ്ലോയീസിൽ നിന്ന്, അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, സമൂഹത്തിന്റെ താല്പര്യമൊക്കെ സംരക്ഷിക്കാൻ സഹായകമാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കമ്പനിയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ, സക്സസ്ഫുൾ റിലേഷൻ സ്ഥാപിച്ചെടുക്കാൻ അത് സഹായകമാകാറുണ്ട്. ഇവിടെ കേവലം ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. ആ ബന്ധം കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ട ഡെവലപ്മെന്റ് കൊണ്ടുവരലാണ് രണ്ടാമത്തെ ലക്ഷ്യം, രണ്ടാമത്തെ സവിശേഷത എന്നുള്ളത്. മൂന്നാമത്തത് വ്യത്യസ്ത ഗ്രൂപ്പുകളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സമൂഹം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്കും ചിലപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അനുയോജ്യമായ രൂപത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ PR സഹായിക്കാറുണ്ട്. പിന്നെ ഡയലോഗ് സാധ്യമാക്കുന്നു എന്നുള്ളത്, അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു PR വർക്കിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. ഒരു പരസ്യം ചെയ്യുമ്പോൾ ഒരു വൺ വേ ആണ് ശരിക്കും, ഈ പ്രൊഡക്റ്റ് ഉഷാറാണ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നു എന്നുള്ളൂ. എന്നാൽ പബ്ലിക് റിലേഷൻസ് ചെയ്യുക, പരമാവധി ഈ വിഷയം ഡിബേറ്റബിൾ ആക്കി നിർത്തിയിട്ട് സൊസൈറ്റി അത് ചർച്ച ചെയ്യണം. ആ ചർച്ചയുടെ ഓരോ ഗ്യാപ്പിലും അവർക്ക് അനുകൂലമായ സംഗതികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് PR-ൽ സാധാരണ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇതൊരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്, ഒരൊറ്റ പരസ്യം കൊണ്ട് തീരുന്ന പോലെയല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആണ്, ഓരോ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ രൂപത്തിലായിരിക്കും ഇത് നടക്കുന്നുണ്ടാവുക. അപ്പൊ അതാണ് PR-ൽ പറയാനുള്ള ഒരു കാര്യം. പിന്നെ വരുന്നൊരു വിഷയമാണ് PR ആൻഡ് പ്രൊപ്പഗണ്ട എന്നുള്ളത്. ഇവിടെ നിങ്ങളത് വായിച്ചു നോക്കുകയാണ് വേണ്ടത്. സംഭവം സിമ്പിളായി പറഞ്ഞാൽ PR എന്താണെന്ന് നമ്മൾ പറഞ്ഞു. PR എന്നുള്ളത് ഒരു പോസിറ്റീവ് സാധനമാണ്, പക്ഷെ പ്രൊപ്പഗണ്ട നെഗറ്റീവ് അർത്ഥമാണ് അതിന് വരുന്നത്. രണ്ടും സെയിം സാധനമാണ് ശരിക്ക്, വളരെ മൈന്യൂട്ടായ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ PR എന്ന് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് അർത്ഥം കിട്ടും, പ്രൊപ്പഗണ്ട എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് അർത്ഥം കിട്ടും. ഇത് മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതുന്നതാവും നല്ലത്. പ്രൊപ്പഗണ്ട എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രചാരവേല എന്നൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല. പ്രൊപ്പഗണ്ട എന്നുള്ളത് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പൊ മലയാളത്തിൽ നിങ്ങൾ ആ ടേം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. PR-നും ഈ പൊതുജന ബന്ധമൊന്നും വേണ്ട, നൈസായിട്ട് PR എന്നങ്ങോട്ട് P കുത്തിരിട്ട് ആർന്ന് മലയാളത്തിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. അതൊക്കെ ബേസിക് ടേംസ് ആണ്. ഒരിക്കലും അതിന്റെ മലയാളം തപ്പിയിട്ട് ഇടങ്ങറാവാൻ നിൽക്കരുത്. വായിക്കുന്നവർക്കും അത് തന്നെ ആയിരിക്കും സൗകര്യം ഉണ്ടാവുക. അത് PR എന്ന് ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതുന്നതിന് പകരം മലയാളത്തിൽ PR എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രൊപ്പഗണ്ട ആ ടേം തന്നെ യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് പ്രൊപ്പഗണ്ട? ഇറ്റ് ഈസ് സംതിങ് ഡിസൈൻ ടു ഇൻഫ്ലുവൻസ് ഓർ പെർസ്യൂഡ് ആൻ ഓഡിയൻസ് ടു സപ്പോർട്ട് എ സ്പെസിഫിക് അജണ്ട എന്നുള്ളതാണ്. അതായത് റിസൾട്ട് മുൻകൂട്ടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് പണിയെടുത്താലും അത് പ്രൊപ്പഗണ്ടയിൽ ന്യായീകരിക്കപ്പെടുന്നതാണ്. PR എന്ന് പറയുമ്പോൾ ലക്ഷ്യം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്, പക്ഷെ സത്യസന്ധമായ കാര്യം നമ്മൾ ചെയ്യാണ് ചെയ്യുക. വിഷയം പറയും, ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് വിജയിക്കാൻ പരാജയപ്പെടാം, അതൊന്നും അവരുടെ കൺസേൺ ആയിട്ടില്ല. പ്രൊപ്പഗണ്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ എന്ത് വില കൊടുത്തും അവർ ആ ഒരു പണി എടുക്കും എന്നുള്ളതാണ് പ്രൊപ്പഗണ്ടയിൽ വരുന്നൊരു നെഗറ്റീവ് അർത്ഥം. അപ്പൊ അത് പലപ്പോഴും ഒരു മുൻധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടുള്ള കൂടുതൽ വൈകാരികമായ ഭാഷ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പൊ അതിൽ ന്യായമായിട്ടാണ് നിങ്ങളൊന്നും പരിഗണിക്കില്ല. ഈ പ്രൊപ്പഗണ്ടയിലൂടെ ചെയ്യും, ഈ യുദ്ധം നമ്മൾ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കും. യുദ്ധവേളയിലാണ് കാര്യമായിട്ട് നടക്കാറുള്ളത്. ഏറ്റവും തീവ്രമായ ഉദാഹരണമാണ് ഹിറ്റ്ലറുടെ ഉദാഹരണം. ഹിറ്റ്ലർ അന്ന് നാസി ഭരണകാലത്ത് അവിടെയുള്ള ജൂതന്മാരെ മൊത്തം കൊന്നൊടുക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒറ്റയാൾ പോലും അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നില്ല. എതിർക്കാൻ പേടിച്ചിട്ടല്ല, മറിച്ച് അത് എതിർക്കപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു രീതിയിൽ മനുഷ്യരുടെ മൈൻഡ് സെറ്റ് മാറിയിരുന്നു എന്നുള്ളൊരു ഗുരുതരമായ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആളുകൾ കൊന്നാൽ എന്താ, അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക, അവർ മോശക്കാരാണ്. അപ്പോൾ ആ ജൂതന്മാരെ കുറിച്ച് അവിടുത്തെ പൊതുജനങ്ങൾക്കിടയിൽ അത്രയും മോശമായിട്ടുള്ള ഒരു പിക്ചർ നിർമ്മിച്ചെടുക്കാൻ ഹിറ്റ്ലർക്ക് പറ്റിയിരുന്നു. ഹിറ്റ്ലർ ചെയ്തത് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന ടൂൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോ ആ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത് തമ്മിലുള്ള സിമിലാരിറ്റി, കോമൺ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് രണ്ടും സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. PR വർക്കും PR അതായത് പബ്ലിക് റിലേഷൻ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണോ? അതാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ PR ഒരു പോസിറ്റീവ്, PR എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് അർത്ഥം തോന്നൂല. പക്ഷെ പ്രൊപ്പഗണ്ട എന്ന് കേട്ടാൽ നെഗറ്റീവ് ഇതിനകത്ത് യൂസ് ചെയ്യാറുള്ളത്. ഇതിന്റെ ഡിഫറൻസും സമാനത ഇപ്പൊ പറയും. അതിന് ശേഷം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ ആദ്യം പറയാനുള്ളത് സിമിലാരിറ്റീസ് ആണ്, അല്ലെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. രണ്ടും സ്പെസിഫിക് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരാളുടെ ചിന്തയെ സ്വാധീനിക്കുക, അവരുടെ ധാരണകളെ കൃത്യപ്പെടുത്തുക, നമ്മൾക്ക് അനുകൂലമായ രൂപത്തിൽ അവരുടെ ഒപ്പീനിയൻ മാറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് PR-നുള്ളത്, പ്രൊപ്പഗണ്ടയ്ക്കുള്ളത്. പിന്നെ രണ്ടും വ്യത്യസ്തമായ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്, നല്ല സ്ട്രാറ്റജികൾ രണ്ടും ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ രണ്ടും സെയിം തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. പക്ഷേ വ്യത്യാസം വരുന്നുണ്ടാന്ന് ചോദിച്ചാൽ ഹവർ ദർ ഇന്റൻഷൻസ് ആർ ഫണ്ടമെന്റലി ഡിഫറൻസ്. അവരുടെ ലക്ഷ്യം വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സംഗതിയിലാണ് പലപ്പോഴും മാറ്റം വരാറുള്ളത്. അവിടെയാണ് PR നല്ലതാകുന്നതും പ്രൊപ്പഗണ്ട മോശമാകുന്നതും ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ്. രണ്ടും ഒരു നിശ്ചിത ഓഡിയൻസിനെ അവർക്ക് അനുകൂലമായ രൂപത്തിൽ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിയാൽ കാണാം. ഇപ്പോൾ പബ്ലിക് റിലേഷൻസ് ആ ഗ്രീൻ കളർ കൊടുക്കാൻ കാരണം അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റ് പ്രസൻസ് ട്രൂത്ത്ഫുൾ ആൻഡ് പോസിറ്റീവ് ഇൻഫർമേഷൻ, വളരെ നല്ല കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ് PR-ൽ ചെയ്യുക. എന്നാൽ ഇവിടെ നോക്കൂ, പ്രൊപ്പഗണ്ടയിൽ സ്പെസിഫിക് അജണ്ട ഉണ്ടായിരിക്കും, ആ അജണ്ട വിജയിക്കുക എന്നുള്ളതുള്ളൂ. അവിടെ സത്യത്തിനൊന്നും പ്രസക്തിയില്ല. ജൂതന്മാരെ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ഹിറ്റ്ലർ പറയും. എന്നാൽ PR-ൽ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. പ്രൊപ്പഗണ്ടയിൽ ആ ഒരു ഇഗ്നോറിംഗ് ട്രൂത്ത് എന്നുള്ളതാണ് അവിടെയുള്ള മെയിൻ പ്രശ്നം. പിന്നെ പബ്ലിക് റിലേഷനിൽ നെഗറ്റീവ് വാദങ്ങൾ മറുപുറത്ത് നിന്ന് വന്നാൽ വളരെ മാന്യമായിട്ട് പോസിറ്റീവായിട്ടായിരിക്കും തിരിച്ചു പ്രതികരിക്കുക. പ്രൊപ്പഗണ്ടയിൽ അങ്ങനെ ആയിരിക്കില്ല. ഒരു അർദ്ധസത്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും നുണകൾ വെച്ചിട്ടാണെങ്കിലും എന്ത് വില കൊടുത്തു അതിനെന്ത് ചെയ്യും, തിരിച്ചടിക്കും എന്നുള്ളതാണ് പ്രൊപ്പഗണ്ടയുടെ ഒരു പ്രശ്നം. ദെൻ PR-ൽ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കുക, ആളുകൾ തമ്മിലൊരു നല്ല മാറ്റം സൃഷ്ടിക്കുക, പോസിറ്റീവ് അവയർനെസ് ആണ് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ പക്ഷേ ഒരു പോസിറ്റീവ് മാറ്റമല്ല, മറിച്ച് ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇന്ത്യയിൽ തന്നെ RSS പോലെയുള്ള പല ടീമുകൾക്കെതിരെയും മറ്റ് പല തീവ്രവാദ സ്ഥാപനങ്ങൾക്കെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യുന്നത് പ്രൊപ്പഗണ്ടയാണ്. പ്രൊപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന മുസ്ലിം ഹിന്ദു സമൂഹങ്ങളെയൊക്കെ വ്യത്യസ്ത മതവിഭാഗങ്ങളെയൊക്കെ ഞങ്ങൾ നിങ്ങൾ എന്ന രീതിയിലേക്ക് വേർതിരിക്കുന്ന പ്രവർത്തനം വർഗീയ ശക്തികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടെന്നുള്ള ആരോപണമൊക്കെ. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ളത് പ്രൊപ്പഗണ്ടയായിരിക്കും. എന്നാൽ ഇപ്പോൾ ഒരു നല്ല ഒരു സ്ഥാപനം ഈ ഒരു നാട്ടിൽ നന്മ പുലരണം എന്നുള്ള അർത്ഥത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അത് PR-ലായിരിക്കും പെടുന്നുണ്ടാവുക. പിന്നെ PR ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ആളുകൾക്ക് തിരിച്ചു പറയാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ അവിടെ യുക്തിക്കാണ് ഇതുള്ളത്. റേഷണാലിറ്റി മീൻസ് മനുഷ്യന്റെ യുക്തി. അവിടെ യുക്തിക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുക. എന്നാൽ ഇവിടെ യുക്തിക്കായിരിക്കില്ല, മറിച്ച് വികാരങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുക. അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ജൂതന്മാർ മോശമാണ് എന്നുള്ള പിക്ചർ അങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കും. തിരിച്ചിങ്ങോട്ടൊന്നും പറയാനുള്ള അവസരം ഇല്ലാത്ത വിധം വളരെ കണ്ണിങ് ആയിട്ട് ആ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം അത്ര വികാരം അനുസരിച്ചിട്ടുണ്ടാവും. നമ്മൾ ജർമ്മനിക്കാരാണ്, നമ്മൾ ഉയർന്ന വിഭാഗമാണ്, ഇവിടെയുള്ള ജൂതന്മാർ എന്നുള്ളത് വലിഞ്ഞു കയറി വന്നവരാണ്, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ വരുന്ന തലമുറയെ ആ രീതിയിൽ അവരെ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊല്ലുമ്പോൾ ആർക്കൊന്നും തോന്നൂല. അപ്പോൾ അതാണ് പ്രൊപ്പഗണ്ടയിൽ പറയാനുള്ളത്. പിന്നെ ഇൻട്രസ്റ്റും അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് PR-ന്റെ ലക്ഷ്യം. പ്രൊപ്പഗണ്ടയിൽ അത് അങ്ങനെയല്ല, ഒരു ഫിക്സ്ഡ് അജണ്ടയുടെ പുറത്തായിരിക്കും സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഫോക്ക് മീഡിയ എന്നുള്ളത്. ഇത് വല്ലാതെ ചോദിച്ച് കണ്ടിട്ടില്ല, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കാറുള്ളത്. ഫോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ടേം ആയിട്ടുള്ള വോൾക്ക് എന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. വോൾക്ക് മീൻസ് പീപ്പിൾ. നമ്മൾ ഫോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മലയാളം പറയാറുള്ളത് നാടോടി നൃത്തം എന്നൊക്കെയാണ്. അതായത് പൊതുജനങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സംഗതിയാണ് ഇവിടെ പറയുന്നത്. ഫോക്ക് മീൻസ് അത് സാധാരണക്കാർ ഇടപെടുന്ന നാടോടി നൃത്തം. നാടോടി മാധ്യമം എന്ന് പറയാൻ കഴിയില്ല, ഫോക്ക് മാധ്യമം എന്ന് തന്നെ പറഞ്ഞാൽ മതി. അത് പൊതുജനങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് വരുന്ന സംഗതികളാണ് ഫോക്ക് മീഡിയയിൽ ഉൾപ്പെടുക. ഇറ്റ് റെഫേഴ്സ് ടു ട്രഡീഷണൽ ആൻഡ് ഇൻഡിജീനിയസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് യൂസ്ഡ് ബൈ റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. നഗര ജീവിതത്തിൽ, പ്രത്യേകിച്ച് നഗര ജീവിതത്തിലുള്ള അതുപോലെ തന്നെ ആദിവാസി ജനവിഭാഗങ്ങളിലൊക്കെയുള്ള മനുഷ്യർ അവർ നടത്തുന്ന പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളെയാണ് ഫോക്ക് മീഡിയ എന്ന് പറയുക. അപ്പോൾ നാടോടി നൃത്തം എന്ന് പറയുമ്പോൾ ആ നാടോടി നൃത്തത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ടേം എന്താ? പരമ്പരാഗതമായിട്ട് നാടോടികൾ, അതായത് ആദിവാസി ജനവിഭാഗം ഒക്കെ അവരുടെ ഇടയിൽ കൊണ്ടാടുന്ന മീഡിയകളെയാണ് ഇവിടെ പറയാറുള്ളത്. ഇതിന് ഗ്രൂപ്പ് മീഡിയ, ലോ കോസ്റ്റ് മീഡിയ, ആൾട്ടർനേറ്റീവ് മീഡിയ എന്നൊക്കെയുള്ള പേരുകളുണ്ട്. ഇതൊക്കെ സിമ്പിൾ പോയിന്റ് ആട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അഥവാ നമുക്കൊരു എക്സാക്ട് ആൻസർ എക്സാമിൽ കിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഫോക്ക് മീഡിയയെ കുറിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഡെഫിനിഷനും മറ്റ് പേരുകൾ എവിടെ നിന്ന് വന്നു അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേഗം പഠിക്കുക. ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അത്തരം ബേസിക് സാധനങ്ങൾ മിനിമം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നും അറിയില്ലെങ്കിൽ
എല്ലാ ക്വസ്റ്റ്യന്റെയും സ്റ്റാർട്ടിങ് എഴുതിയിട്ടാൽ തന്നെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അത് തീരെ പഠിക്കാൻ സമയമില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം, അതാണ് നിങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ അവിടെ ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞല്ലോ, എന്താ ഇൻഡിജീനിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നല്ല മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ്. ഇൻഡിജീനിയസിന്റെ തദ്ദേശീയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പ്രാദേശികം എന്നൊക്കെ പറയുമല്ലോ. തദ്ദേശീയം എന്നുള്ളതാണ് അതിന് നല്ല വാക്ക്. ഇപ്പൊ നമ്മൾ പഞ്ചായത്തുകൾക്ക് എന്താ പറയാ, തദ്ദേശ ഗവൺമെന്റ് എന്നുള്ളത് ഓരോ ചെറുകിട യൂണിറ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാദേശികം എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പരമ്പരാഗതം അതുപോലെ തന്നെ പ്രാദേശിക ആയിട്ടുള്ള ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ സാമൂഹികപരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സാധിക്കാറുണ്ട്. ഇപ്പോൾ നാടോടി നൃത്തങ്ങൾ, തെരുവ് നാടകങ്ങൾ, ഇതൊക്കെ പല അർത്ഥത്തിൽ അന്നത്തെ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഇതും ഒരു മാധ്യമമായിട്ട് നമുക്ക് എണ്ണാവുന്ന കാര്യം തന്നെയാണ് ഫോക്ക് മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഫോക്ക് മീഡിയയും വലിയ രീതിയിൽ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. നമ്മളൊരു ആദിവാസികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ മാറ്റി നിർത്തുമെന്നുണ്ടെങ്കിലും അവരും നമ്മുടെ സമൂഹ നിർമ്മിതിയിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ മോഡേൺ മീഡിയ എത്രയൊക്കെ വളർന്ന് പന്തലിച്ചിട്ട് പോലും ഫോക്ക് മീഡിയക്ക് ഇന്നും നിൽക്കുന്നുണ്ട്. ഇന്നും ആളുകൾ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ തിരഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഫോക്ക് മീഡിയയുടെ ഒരു പ്രസക്തിയെ തുറന്നു കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ജസ്റ്റ് നോക്കാം, അതിന്റെ സവിശേഷതകൾ. ഇതാണ് ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നായിരിക്കും ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കൾച്ചറൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അതിൽ ഉൾപ്പെടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഫോക്ക് മീഡിയ വർക്ക്സ് വിത്ത് മെറ്റീരിയൽസ് ദാറ്റ് ആർ ലോജിക്കലി അവൈലബിൾ, വളരെ ലോജിക്കലി അല്ല, ലോക്കലി അവൈലബിൾ, വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമായ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വളരെ നിസ്സാരമായ വസ്തുക്കളെ അവർ ഉപയോഗിക്കുള്ളൂ. വമ്പൻ എക്യുപ്മെന്റ്സ് ഒന്നല്ല, വളരെ നിസ്സാരമായിട്ട് അവരുടെ തദ്ദേശീയമായിട്ട് അവർക്ക് ലഭിക്കുന്ന സാധനങ്ങളെ അവർ യൂസ് ചെയ്യുകയുള്ളൂ. പിന്നെ ഇതിനെന്ത് ആവശ്യമില്ല, വളരെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നാടോടി നൃത്തത്തിന് വലിയ ട്രെയിനിങ്, പിന്നെ ആളുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്ക് മാത്രമേ നാടോടി നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഫോർമൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എല്ലാവർക്കും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രവർത്തനത്തിന്റെ വിതരണം, ഓരോ ഗ്രൂപ്പിലെയും മെമ്പർമാരാണ് അത് ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. ഇവിടെ സമ്പത്ത് എന്നുള്ളത് ഫിനാൻസ് ഒരിക്കലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് നിലനിർത്താറില്ല. അവിടെ കോപ്പിറൈറ്റ് പോലെയുള്ള ആധുനിക സങ്കല്പങ്ങളൊന്നും ഫോക്ക് മീഡിയയിലില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഇത് അനോണിമസ് ആണ്. അനോണിമസ് എന്ന് പറയുമ്പോൾ അജ്ഞാതമാണ്. ആരാണ് അതിന്റെ അതെവിടെ നിന്ന് ഉത്ഭവിച്ചു, ആരാണ് അതിന്റെ ട്രേഡ് മാർക്ക് ആർക്കാണെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ അജ്ഞാതമാണ്. പക്ഷെ ആളുകൾ ആസ്വദിക്കുന്നുള്ള സ്പെസിഫിക് ഒക്കേഷൻസിൽ മാത്രമാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടി മാത്രമാണ് ഇത് നടക്കാറുള്ളത്. ഇത്തരം പോയിന്റ്സ് ആണ് ഇതിൽ പറയാനുള്ളത്. ദെൻ C4D എന്ന് പറയുന്ന ഒരു സാധനമാണ്, കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പുരോഗതി ഉണ്ടാവുക, സമൂഹത്തിൽ പോസിറ്റീവായ മാറ്റം ഉണ്ടാവുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷനെ ഉപയോഗപ്പെടുത്തുന്ന സംഗതിയാണ് C4D എന്ന് പറയുക. ഇത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. വ്യത്യസ്ത വിഷയങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവണതയാണ്. പ്രവണതയോട് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഡെവലപ്മെന്റ് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ പൊതുജന പങ്കാളിത്തം കൂട്ടാൻ, അവർക്ക് ബോധവൽക്കരണം നടത്താൻ, ആളുകളെ ഒരുമിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് C4Dയുടെ ഭാഗമായിട്ട് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതിൽ നിലവിലുള്ള സാമൂഹിക ക്രമങ്ങൾ കൃത്യപ്പെടുത്തുക, അതിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ 6th ബ്ലോക്കിൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചാപ്റ്റർ വരുന്നുണ്ട്. സോ നമുക്ക് തൽക്കാലം ഞാനിപ്പോൾ ഇതോടെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബ്ലോക്കിലേക്ക് കടക്കാം. ആ ബ്ലോക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെപ്ഷൻ ആൻഡ് പ്രൊപ്പഗണ്ട, ഇവിടെ പെർസെപ്ഷന് പകരം PR എന്ന് വായിക്കുക. പെർസെപ്ഷൻ പ്രൊപ്പഗണ്ട വേറൊരു ചാപ്റ്റർ ആണ്. അതിൽ ഏതിനാണ് പോസിറ്റീവ് അർത്ഥം വരുന്നത്? ഏതിനാണ്? PR ഈ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പെർസെപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കും, വേറെ ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് PR ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെഗറ്റീവ് അർത്ഥാണ് പ്രൊപ്പഗണ്ടയ്ക്ക് ഉണ്ടാവുക.
പിന്നെ അഡ്വർടൈസിംഗിന്റെ പ്രൈമറി ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ലക്ഷ്യങ്ങളുണ്ടല്ലോ. ഒന്ന് എഴുതുക, പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആളുകൾക്ക് താല്പര്യം ജനിപ്പിക്കുക. പിന്നെ 2 ടൈപ്പ് ഓഫ് PR എഴുതാൻ, ഇപ്പോൾ മീഡിയ റിലേഷൻസ്, ഗവൺമെന്റ് റിലേഷൻസ്, ഏതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എഴുതുക. പ്രൊപ്പഗണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ 2 വാക്യം എഴുതുക. ഈ സ്ഥാനത്തൊക്കെ ഇതല്ലാത്ത സമാനമായിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ എന്തൊക്കെ സാധിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അങ്ങനെ നിങ്ങൾ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഉത്തരം എനിക്ക് അറിയോ എന്നുള്ളതൊന്ന് സെൽഫ് നോക്കിയിട്ട് പഠിച്ചു പോയാൽ കുറെ ഏരിയകൾ അങ്ങനെ തന്നെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സാർ നമ്മളെ നോട്ട്സിൽ ഇതുണ്ട്, എങ്ങനെ നമ്മളെ തന്ന നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് ഞാൻ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്ത സാധനങ്ങളാണ്, ക്ലാസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഞാൻ എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സംഗതി ക്ലിയർ ആവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുക എന്നുള്ളത് കഴിഞ്ഞിട്ട് സമാനമായിട്ട് എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. 5 മാർക്കിന് അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ സ്ഥാനത്ത് PR നെ കുറിച്ചും തിരിച്ചും ചോദിക്കാം. GVA ഡെഫിനിഷൻ ഫോർ PR 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ 1 2 എണ്ണോ എഴുതേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസിനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്കൊരു കിളി പോകുന്ന അവസ്ഥ കാണാറുണ്ട്. 2 മാർക്കിന്റെ ചോദ്യം 5 മാർക്കിന് ചോദിക്കുക, 5 മാർക്കിന്റെ 2 മാർക്കിന് ചോദിക്കുക. ഇടയ്ക്ക് അപൂർവമായിട്ട് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും എഴുതാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, ദെൻ സോഫ്റ്റ് മീഡിയ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് കടക്കാം. 3rd ബ്ലോക്കാണ്. ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് തീംസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട തീമുകൾ. ഇതിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തും പ്രധാനമായിട്ടും ചോദ്യം വരുന്നത് ഈ യൂണിറ്റ് 2-ൽ നിന്നും യൂണിറ്റ് 5-ൽ നിന്നുമാണ്. പറയാൻ കാരണം ഇതിൽ കുറച്ച് പുതിയ കോൺസെപ്റ്റുകൾ ഉണ്ട്. സിമ്പിൾ ആണ് സാധനം, പക്ഷേ ഈ 2 യൂണിറ്റിൽ നിന്നാണ് കാര്യമായിട്ട് ചോദ്യം കാണുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിലും 3rd യൂണിറ്റിലും 4th യൂണിറ്റിലും ഒക്കെ കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. അത് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ഈ ചാപ്റ്ററിന് കൂടിപ്പോയാകെ 2 ചോദ്യം ചോദിക്കുള്ളൂ. ആ 2 ചോദ്യങ്ങൾ ഓർമ്മയിലുള്ളൂ. ആ 2 നമ്മൾ 5 മിനിറ്റ് വേഗം പറയും. പിന്നെ പരമാവധി സമയം കൊണ്ട് ഈ 2 ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ കൾച്ചറൊക്കെ കമ്പാരിറ്റീവ്ലി പ്രാധാന്യം കുറഞ്ഞ തമ്മിൽ കണക്ഷൻ പറയുന്നൊരു ഭാഗമുണ്ട്. അത് സംസാരിക്കുക എന്നല്ലാതെ ഓവറായിട്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ദെൻ റോൾ ഓഫ് മീഡിയ ആൻഡ് ഡെമോക്രസി എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ ആലോചിച്ച് മനസ്സിലാവും എന്താ അതിൽ പറയുന്നുണ്ടാവുക എന്നുള്ളത്. അതിൽ എന്താ പറയാ, ഒരു ഫാക്ച്വൽ ആയിട്ടൊന്നും കാര്യങ്ങൾ അധികം വരുന്നില്ല. വളരെ പരിമിതമായ സ്ഥലത്തേ വരുന്നുള്ളൂ. ഒരു പൊളിറ്റിക്കൽ ഭാഷയിലാണ് ആ പാഠം വരുന്നത്. അപ്പൊ ഈ 2 ചാപ്റ്ററിന് ഫോക്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളത് പെട്ടെന്ന് പറയും. അപ്പോൾ ഒരു ഫസ്റ്റത്തെ യൂണിറ്റ് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയത്തിൽ ഭാഷയ്ക്ക് എന്താണ് പങ്ക് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ വരുന്നത്. ആകെ 2 ചോദ്യത്തിൽ വരുള്ളൂ. 2 ചോദ്യത്തിനുള്ള സംഗതി ആ ചാപ്റ്ററിലുള്ളൂ. ഒന്ന് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജിന് എന്ത് പ്രസക്തിയാണുള്ളത്. ഒരു 7 8 പ്രസക്തിയായിട്ട് അവിടെ പറയുന്നുണ്ട്. ആ 8 റോൾ എന്താണെന്നുള്ളത് ആ 8 അങ്ങനെ തന്നെ പഠിക്കുക, ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സിനെ കുറിച്ച് 3 ബാരിയേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് പറഞ്ഞല്ലോ, അതേ സംഗതിയൊക്കെ തന്നെയാണ് ഇവിടെയും. ഭാഷാ സംബന്ധമായിട്ട് മാത്രം വരുന്ന ഒരു 3 ബാരിയേഴ്സ് ഉണ്ട്. ആ 3 ബാരിയേഴ്സും അപ്പോൾ പെട്ടെന്ന് പറയുകയാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കേവലം മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന അർത്ഥം വെക്കരുത്. അതുകൊണ്ട് മാത്രം പറയാണ്. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സിംബൽസ്. അതൊരു ഘടനയാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഘടനയാണ്. ആ ഘടനയിൽ പലതും ഉൾപ്പെടുന്നുണ്ട്. അതിൽ സിംബൽസ് ഉണ്ട്, അതായത് വാക്കുകളുണ്ട്, സൗണ്ടുകളുണ്ട്, നമ്മുടെ കൈകൊണ്ടുള്ള ആംഗ്യങ്ങളുണ്ട്, അതായത് ജെസ്റ്റേഴ്സ് ഉണ്ടെന്ന് ചുരുക്കം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഉള്ളിലുള്ള ആലോചനകള്, നമ്മുടെ വികാരങ്ങള്, ആശയങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മലയാളം എന്നുള്ളതല്ല, അത് അതിലെ വേർഡ്സ് മാത്രമാണ്. മറിച്ച് അതിലുള്ള ജെസ്റ്റേഴ്സ്, സിംബൽസ്, സൗണ്ട് ഇതൊക്കെ ചേർന്നുകൊണ്ട് ഒരു തോട്ടോ ഐഡിയയോ അല്ലെങ്കിൽ ഒരു ബിലീഫ്, വിശ്വാസം മറ്റൊക്കെ ഒരാൾക്ക് കൈമാറുന്ന പ്രക്രിയയാണ് ലാംഗ്വേജ് അതായത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കേവലം ഇംഗ്ലീഷ് ഭാഷ മലയാളം ഭാഷ എന്ന് ആലോചിക്കരുത്. ഈ ഒരു സിസ്റ്റം ഓഫ് സിംബലാണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്ന മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ഒരു വാക്കിന്, ഒരു വേർഡിന് എന്തില്ല, പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ആ വാക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല. അത് പിന്നീട് രൂപപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് സ്ട്രീറ്റ് എന്നുള്ള വാക്കിന് അതിന് പാരമ്പര്യമായിട്ട് അർത്ഥമൊന്നുമില്ല. തെരുവ് എന്നുള്ള അർത്ഥം
അതായത് തെരുവിന് സ്ട്രീറ്റിന് വിളിച്ചോളണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ആ നാട്ടിൽ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഭാഷയിൽ അത് അങ്ങനെ രൂപപ്പെട്ടു. പിന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് സ്ട്രോസ് എന്ന് കാണാം, അറബിയിൽ നമ്മൾ ഷാരികൾ എന്ന് പറയും. അതല്ല മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ തെരുവ് എന്ന് പറയും. ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്ന് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ആ സംഗതി ആ നാട്ടുകാരെന്താണോ വിളിച്ചത് അതാണ് ഭാഷ. അപ്പോൾ വാക്കിന് അത് ഇങ്ങനെ തന്നെ വന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ പേരിടേണ്ടത് എന്നുള്ള നിയമമൊന്നുമില്ല. നാട്ടുകാരെന്താണോ ഉപയോഗിച്ചത് അതാണ് എപ്പോഴും ഭാഷയായിട്ട് വരിക. പലപ്പോഴും പല ഭാഷകളിൽ നിന്നും കടം കൊള്ളാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മലയാള ഭാഷയിൽ തന്നെയുള്ള ഇപ്പോൾ ഹാജർ തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ടേംസുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ പല വാക്കുകളും അറബിയിൽ നിന്നോ മറ്റു ഭാഷയിൽ നിന്നൊക്കെ കടം കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ബദൽ മാർഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ബദൽ എന്നുള്ള വാക്ക് നേരെ അറബിയാണ്. ബദൽ എന്നുള്ളത് ബദൽ എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ അത്തരം ടേംസ് ഒക്കെ പലപ്പോഴും അല്ലെങ്കിൽ അതേ അർത്ഥത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ടേം മാത്രമോ ഇങ്ങോട്ട് വന്ന ഇപ്പോൾ നമ്മൾ അറബിയിൽ പ്രസന്റിന് നമ്മൾ എന്താണ് പറയുക, ഹാജർ എന്നാണ് പറയുക. അതേ സംഗതി മലയാളത്തിൽ ഹാജർ എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടേംസ് അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. ഒരു ഭാഷ രൂപപ്പെടുന്നതിന് കൾച്ചറൽ ഡിഫറൻസുകൾ അവർ തമ്മിലുള്ള സഹവാസങ്ങളൊക്കെ പ്രസക്തമാണ്. അപ്പോൾ അതൊന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രം. ഇവിടെ നിന്ന് വരാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ലാംഗ്വേജ് എന്താണെന്നുള്ളത് എഴുതുക. ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സിംബിൾസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അല്ല ആദ്യം പറഞ്ഞു. ആ ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ എഴുതുക. എന്നിട്ട് there are 8 റോൾസ് എന്ന് പറഞ്ഞിട്ട് ആ 8 റോളുകൾ എന്താണെന്നുള്ളത് പറയുകയാണ് വേണ്ടത്. അപ്പോൾ 8 റോള് മാത്രം പെട്ടെന്ന് പറയുകയാണ്. ഒന്നാമത്തേത് എക്സ്പ്രഷൻ. ഒരു കാര്യം ഒരാളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ, പ്രസന്റ് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ പക്കലുള്ള ഒരു ആശയം ഉണ്ടായിരിക്കും, ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ഐഡിയ, അത് അർത്ഥവത്തായിട്ട് പ്രസംഗത്തിലൂടെയോ എഴുത്തിലൂടെയോ നോൺ വെർബൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ ഒരാളുടെ മുമ്പിൽ അതിനെ പ്രകടിപ്പിക്കുക. അതിനെയാണ് ഒന്നാമത്തെ റോളായിട്ട് പറയുന്നത്, പ്രകടനം അഥവാ എക്സ്പ്രഷൻ. രണ്ടാമത്തെ ലക്ഷ്യമാണ് ഇന്റർപ്രിട്ടേഷൻ. ഭാഷ നമ്മൾ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അത് അയാൾ പറഞ്ഞ സന്ദർഭം, അയാൾ ഉപയോഗിച്ച ടോണ്, അയാളുടെ ബോഡി ലാംഗ്വേജ്, അതായത് ആ വാക്ക് അതേപോലെ എടുക്കാതെ അത് വ്യാഖ്യാനിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുയോജ്യമായ രൂപത്തിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് ഭാഷയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തല്ല് തീർപ്പാക്കുക എന്ന് പറയും. ആളുകൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റുകളെ, ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണുക, അതിന് സൊല്യൂഷൻ കാണുന്നതിനാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ പരസ്പരം ഡയലോഗുകൾ സാധ്യമാക്കുക, ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തിക്കൊണ്ട് ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആളുകൾ പരസ്പരം ഡിബേറ്റ് ചെയ്തിട്ട് മറ്റൊക്കെയാണ് ലോകം പുരോഗതിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ തമ്മിലുള്ള അന്തരങ്ങൾ, അത് തമ്മിലുള്ള സംഘടനകൾ ഒട്ടും സ്വാഭാവികമാണ്. പക്ഷെ ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുക എന്നിടത്താണ് പ്രസക്തി ഉള്ളത്. അതിന് ഭാഷ സഹായകമാണ്. ദെൻ ഷെയറിങ് ഇൻഫോർമേഷൻ. വിവരങ്ങൾ കൈമാറുക എന്നുള്ള പ്രക്രിയ, അതായത് ഒരാളുടെ അറിവ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായകമാണ്. അതിലൂടെ മറ്റുള്ളവരുടെ ചിന്തയെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ദെൻ സോഷ്യൽ ബോണ്ടിങ്, അതായത് മനുഷ്യർ തമ്മിൽ ബന്ധങ്ങൾ നിർമ്മിക്കാൻ ഭാഷയ്ക്കും സംഗീതിക്കും കഴിയാറുണ്ട്. ഇപ്പോൾ ലോകത്ത് എവിടെ പോയാലും മലയാളി കൂട്ടായ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഗതി തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിലൊന്നും അർത്ഥമില്ലല്ലോ. ഒരേ ഭാഷ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കൂട്ടായ്മ രൂപീകരിക്കാൻ മാത്രമൊക്കെ എന്തോന്ന് ചോദിച്ചാൽ യുക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ ഒന്നും തോന്നിയെന്ന് വരില്ല. പക്ഷെ അത് മനുഷ്യന്റെ സ്വാഭാവികതയാണ്. ഏത് നാട്ടിൽ പോയാലും സ്വന്തം ഭാഷ സംസാരിക്കുന്നവർ നമുക്കൊരു ആശ്വാസമായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സോഷ്യൽ ബോണ്ടിങ് എന്നുള്ള ഒരു റോള് ലാംഗ്വേജിന് ഉള്ളത് കൊണ്ടാണ്. പിന്നെ എന്താണ് ബാരിയേഴ്സ് എന്നുള്ളത്, ഇതൊരു നെഗറ്റീവ് റോളാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഭാഷ ഒരു തടസ്സമായിട്ട് മാറാറുണ്ട്. കൾച്ചറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഡിഫറൻസ് ഒക്കെ ഗുണം പോലെ തന്നെ ദോഷവുമായിട്ടും ചിലപ്പോൾ ബാരിയേഴ്സ് ആയിട്ട് നിൽക്കാറുണ്ട്. ബാരിയേഴ്സ് എന്താണെന്ന് നമ്മൾ ശേഷം പറയും കേട്ടോ. പിന്നെ ലോകവീക്ഷണം രൂപപ്പെടുത്താൻ നമ്മൾ ലോകത്തെ മനസ്സിലാക്കേണ്ടത്, ഒരു മൂല്യങ്ങളിൽ തെറ്റുശരി തിരിച്ചറിയേണ്ടത്, അതിനൊക്കെ പലപ്പോഴും ഭാഷ ഒരു ഘടകമായിട്ട് നമ്മൾ മാറാറുണ്ട്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം സാധ്യമാക്കാൻ അഡാപ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക പ്രധാനമാണ്. അഡാപ്റ്റീവ് മീൻസ് പൊരുത്തപ്പെടുന്ന ആശയവിനിമയ ശേഷി, അതായത് മറ്റുള്ള കൾച്ചറുകൾ വരുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാനും അതിലൊരു ക്രോസ് കൾച്ചറൽ റിലേഷൻ, വ്യത്യസ്ത കൾച്ചറുകൾ തമ്മിൽ ബന്ധം സൃഷ്ടിക്കാനൊക്കെ അത് ആ ഭാഷയെ നമുക്കൊരു ടൂളായിട്ട് ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോൾ ഈ 8 റോള് ഇപ്പോൾ തന്നെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കിയാൽ വേഗം ഓർമ്മ വരും. അപ്പോൾ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ബാക്കി ഒന്നും പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ഈ സംഗതികൾ ഓർത്തു പോവുക. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് ചോദിക്കുന്നത് ഉറപ്പാണ്.
ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്ച്വലി കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അത് നേരെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പ്രഷൻ ഇന്റർപ്രിട്ടേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഷെയറിംഗ് ഇൻഫോർമേഷൻ, സോഷ്യൽ ബോണ്ടിങ്, ബാരിയേഴ്സ്, അതുപോലെ തന്നെ വേൾഡ് വ്യൂ, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു പരിധിയിൽ വരുന്നത് കേട്ടോ. ഈ ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ ബാരിയർ എന്നുള്ളത്. ഡിഫിക്കൽറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഹു സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ തടസ്സം, ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുക. നമുക്ക് ആലോചിച്ചാൽ മതി, ഹിന്ദി അറിയാത്ത ആളും മലയാളം അറിയാത്ത ഒരു ഹിന്ദിക്കാരനും ഹിന്ദി അറിയാത്ത ഒരു മലയാളിയും കൂടി കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. അതൊരു പക്ഷെ ഒരേ ഭാഷയ്ക്കകത്ത് സംഭവിക്കാട്ടോ. ഇപ്പോൾ മലയാളികളിൽ തന്നെ തിരുവനന്തപുരം ഭാഷ തീരെ പരിചയമില്ലാത്ത ഒരാളും കാസർഗോഡ് ഭാഷ തീരെ പരിചയമില്ലാത്ത ഒരാളും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥ, അതും എന്താ ചെയ്യാറുണ്ട്, ബാരിയറായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഇപ്പോൾ 3 ബാരിയേഴ്സ് ആണുള്ളത്. ഒന്ന് വെക്കാബുലറി, ഒന്ന് സെമാൻറ്റിക്സ്, മൂന്നാമത്തെ വെക്കാബുലറി എന്ന് പറയുമ്പോൾ എന്താണ്, പദാവലികൾ. പദാവലി മീൻസ് ഇപ്പോൾ ഈ ഒരു വാക്ക് നമുക്കറിയില്ല, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ആ ഒരു സ്ലാങ് നമുക്കറിയില്ല, ഇതിലുള്ള പോയിന്റ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം അർത്ഥ സംബന്ധമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ. ഒരു മനസ്സിലാവാതെ ജാർഗൺ മീൻസ് ടെക്നിക്കൽ ടേംസ് വിശദീകരിക്കുന്നുണ്ട്. ഒരു പദം വരുമ്പോൾ അതാണ് കേൾക്കുന്നത്, അവർക്ക് അനുയോജ്യമായ പദമാണെങ്കിൽ അത് എന്ത് ചെയ്യരുത്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് പറയരുത്. ആണ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടായി. ഉദാഹരണത്തിന് ചാർജിന് ഒരേ സമയം തന്നെ ഉത്തരവാദിത്വം, ഇൻചാർജ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചാർജ് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതേസമയം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ചാർജ്, അല്ലെങ്കിൽ സർവീസിന്റെ ചാർജ് ഇത്രയാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് പറയുന്നത്, അടുത്ത കോസ്റ്റ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാർജ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റ്മെന്റ് ആണ് കണക്കാക്കുന്നത്. മൊബൈൽ ചാർജ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിലെ ഇലക്ട്രിക്കൽ ചാർജ് ആണ് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ടേം ചാർജ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഉദ്ദേശിച്ച വാക്ക് ഏതാണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ സെമാൻറ്റിക് കൺഫ്യൂഷൻ വരും, അർത്ഥ സംബന്ധമായുള്ള തടസ്സം വരും. ദെൻ ജാർഗൺ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. ഇൻഡസ്ട്രി ടേമിനാണ് നമ്മൾ ജാർഗൺ എന്ന് പറയുക. അപ്പോൾ വലിയ കമ്പനികളൊക്കെ അവരുടെ ആളുകൾക്കിടയിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജാർഗൺ ഗ്ലോഷറികൾ തന്നെ ഇറക്കാറുണ്ട്. അതായത് ജാർഗൺ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ടേംസുകളുടെ കോഡുകളുടെ ഒക്കെ മനസ്സിലാക്കാനുള്ള പഠന സഹായികൾ പോലെ ഇറക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വരാനുള്ള ചോദ്യങ്ങൾ ലാംഗ്വേജ് ബാരിയർ എന്താണെന്ന് ചോദിക്കാം, വ്യത്യസ്തമായ 3 ലാംഗ്വേജ് ബാരിയേഴ്സിനെ കുറിച്ച് ചോദിക്കാം, പിന്നെ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 5 മാർക്കിന് ചോദിക്കാം, ഇനി മെർജ് ചെയ്തുകൊണ്ട് എസ്സേക്കും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ. സിലബസ് ഓവർലോഡ് അല്ലേ സാറേ 6 മന്തില്? എങ്ങനെ 6 മന്ത് സെമ്മില് സിലബസ് ശരിക്കും ഒരു ഓവർലോഡ് അല്ലേ? കേട്ടില്ല, അങ്ങോട്ട് പറയൂ. മൊത്തത്തില് സിലബസ് ഈ സെം എക്സാമിൽ ഇത് ഓവർലോഡ് ആയിരിക്കൂലേ? 6 മന്ത് കൊണ്ട് ഇത്രയും പഠിച്ചു തീർക്കാൻ പറ്റും? മന്ത് മുമ്പ് തുടങ്ങിയാൽ പറ്റുവേ. ശരിക്കും നമുക്ക് 4 മന്ത്സ് 5 മന്തേ കിട്ടിയിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ എന്നുള്ളതാണ് സ്ട്രക്ചർ. പരീക്ഷ വെച്ച് തോന്നുമ്പോൾ നടത്തുന്നത് സംഭവം തെറ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഉദാഹരണത്തിന് സാധാ റെഗുലർ കോളേജുകളിൽ ഒരു സെമിസ്റ്റർ ആയിട്ട് സമയം കൊണ്ടാണ് പരീക്ഷ അടക്കാവും വരും. എനിക്ക് തോന്നുന്നു സമയം കുറവായതുകൊണ്ടാണ് ഒരു സിലബസ് ചുരുക്കിയത്. പല ചെയ്തിട്ടുണ്ട്. പരീക്ഷയില്ലാതെ വേറെ മാർഗമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അതിനനുസരിച്ച് ഒരു സിമ്പിൾ ആക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചാപ്റ്റർ നമ്പർ 2 മീഡിയ ഓഡിയൻസ്, പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് തിയറി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. സൗണ്ട് ക്ലിയർ അല്ലാത്ത പ്രശ്നമുണ്ടോ? ക്ലിയർ ആണ് സർ. എല്ലാവർക്കും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാത്ത ആളുടെ പ്രശ്നമാണ്. ആർക്കും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമാണ്. ഓക്കെ, മീഡിയ ഓഡിയൻസ്
മീഡിയ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ പേര് തന്നെ വ്യക്തമാണ്. ഒരു മാധ്യമ കോണ്ടന്റിന്റെ ആരാണോ അത് സ്വീകരിക്കുന്നതിന്റെ പ്രേക്ഷകർ ആരാണോ അതാണ് മീഡിയ ഓഡിയൻസ്. പിന്നെ ഓഡിയൻസ് റിസർച്ച്, ഓഡിയൻസിനെ കുറിച്ച് നടത്തുന്ന ഗവേഷണമാണ് ഓഡിയൻസ് റിസർച്ച്. പിന്നെ സമൂഹം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം, അതിന്റെ അർത്ഥം എന്താണ്? പൊതുമണ്ഡലം, സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ മാസ് മീഡിയയുമായിട്ട് വരുന്ന സംഗതികളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം മീഡിയ ഓഡിയൻസിനെ കുറിച്ച് നോക്കാം. മീഡിയ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the people who consume media content. ഒരു മീഡിയ ഉള്ളടക്കത്തിൽ സ്വീകരിക്കുന്ന പ്രേക്ഷകനെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയ ഓഡിയൻസ് എന്ന് പറയാം. അപ്പൊ അതൊരു പക്ഷേ ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, മാഗസിൻ, വെബ്സൈറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രേക്ഷകർ മീഡിയ ഓഡിയൻസിന്റെ പരിധിയിൽ വരും. അപ്പൊ അത് സൈസ്, എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് പരിഗണിക്കാം, ഡീമോഗ്രഫി പരിഗണിക്കാം. ഡീമോഗ്രഫി എന്ന് പറയുമ്പോൾ ജനസംഖ്യാശാസ്ത്രം എന്നൊക്കെയാണ് മലയാളം. അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ്, സ്ത്രീകളാണോ പുരുഷന്മാരാണോ, ഒരു ജനസംഖ്യയുടെ വ്യത്യസ്തമായ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഡീമോഗ്രഫി എന്ന് പറയാം. പിന്നെ അവരുടെ എൻഗേജ്മെന്റ് എത്രത്തോളം ഉണ്ട്, അതൊക്കെയാണ് മീഡിയ ഓഡിയൻസിൽ പറയാറുള്ളത്. ഡെമോക്രസിയിൽ അവർക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഒരു ഡെമോക്രസി കൃത്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ അത് മീഡിയ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മീഡിയ ഓഡിയൻസ് അലർട്ടായിട്ട് ഇരിക്കണം. വളരെ രാജ്യത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു വാർത്ത വന്നു, മീഡിയ ഓഡിയൻസ് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അവർ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഇടപെടുകയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് മീഡിയ ഓഡിയൻസിൽ വരുമ്പോൾ റേഡിയോ കേൾക്കുന്നവർ, സിനിമയ്ക്ക് പോകുന്നവർ, ഓൺലൈൻ മീഡിയ കാണുന്നവർ, സോഷ്യൽ മീഡിയ കളിച്ചിരിക്കുന്നവർ, മാഗസിൻ, ന്യൂസ് പേപ്പർ വായിക്കുന്നവർ, പോഡ്കാസ്റ്റ് കേൾക്കുന്നവർ, വീഡിയോ ഗെയിം കളിക്കുന്നവർ, മ്യൂസിക് സ്ട്രീമുകളുടെ സംഗീതം ആസ്വദിക്കുന്നവർ, ഇതൊക്കെ മീഡിയ ഓഡിയൻസ് ആണ്. കാരണം കോണ്ടന്റുകളൊക്കെ മാധ്യമങ്ങളാണ്. അത് സ്വീകരിക്കുന്നവരൊക്കെ സൗണ്ട് കുറഞ്ഞതുപോലെ തോന്നുന്നു. അതായത് മുമ്പത്തേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടോ സൗണ്ട് ഇപ്പോ? ഒന്നുകൂടി പറയൂ, എന്ത് പറഞ്ഞത്? സൗണ്ട് മുമ്പത്തേക്കാൾ പറ്റ കുറഞ്ഞു പോയി തോന്നുന്നു. കേൾക്കാനുണ്ടോ? ഹലോ ഹലോ വോയിസ് കുറഞ്ഞ പോലെ തോന്നുന്നു, പറ്റ കുറഞ്ഞു. സാറ് നമുക്ക് ഓക്കെയാണ്. സൗണ്ട് ഉണ്ടല്ലോ. മേലുള്ള സ്പീക്കർ ബട്ടൺ ടെക്നിക്കൽ പ്രശ്നങ്ങളാണെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മൈക്ക് ഓഫ് ആക്കിയിട്ട് പ്രശ്നമാണെങ്കിൽ മൊബൈലിന്റെ സൗണ്ട് ഒക്കെ ഓൺ അല്ലേ നോക്കുക. അല്ല, കുറച്ച് കുറവാണ് സൗണ്ട്. ഓക്കെ, മാക്സിമം ലൗഡായിട്ട് പറയാം. എന്തായാലും ഇന്ന് 4:00 തുടങ്ങിയതാണ്. മാനസികമായിട്ടുള്ള സൗണ്ട് കുറവ് ഉണ്ടായേക്കാം. വലിയ പ്രശ്നം എന്തെങ്കിലും പറയും കേട്ടോ, നമുക്ക് മാക്സിമം പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇമ്പാക്റ്റ് ഓൺ ഇന്റർനെറ്റ് എന്നുള്ളതാണ്. ഓഡിയൻസ് എന്ത് പ്രസക്തിയാണ് ഇന്റർനെറ്റിൽ പുലർത്തുന്നത് എന്നുള്ളത്. ആ ഓഡിയൻസിന്റെ റീച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട്, അവരുടെ പൊതുജന പങ്കാളിത്തം, അതൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്ന സംഗതിയാണ്. മീഡിയ ഓഡിയൻസിനെയാണ് ഇതാവാറുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് പലപ്പോഴും ഈ ഒരു പേടി കാരണം സെൻസർഷിപ്പ് ഏർപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് ചൈനയുടെ ഗ്രേറ്റ് ഫയർവാൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ചൈനയ്ക്കെതിരെയുള്ള എല്ലാ കോണ്ടന്റുകളെയും അവർ ഓൺ ദി സ്പോട്ടിൽ തകർത്തിടും. ഒരിക്കലും അത്തരം കോണ്ടന്റുകൾ പൊതുജനങ്ങൾക്ക് എത്താൻ ചൈന സമ്മതിക്കാറില്ല. അതിന് ഗ്രേറ്റ് ഫയർവാൾ എന്ന് പറയുന്ന ഒരു വമ്പൻ സോഫ്റ്റ്വെയർ എന്നവരുടെ പക്കലുണ്ട്. അപ്പോൾ മീഡിയ ഓഡിയൻസ് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് ഇവരുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇനി മീഡിയ ഓഡിയൻസിന്റെ ഫീച്ചേഴ്സ് നോക്കുന്നത് അത് റീച്ച് പറയേണ്ടതില്ലല്ലോ, ഒരു എത്ര ആളുകൾ അത് കാണുന്നുണ്ട് എന്നുള്ളത്. അത് എൻഗേജ്മെന്റ്, കണ്ടതുകൊണ്ട് കാര്യമില്ല, എത്ര ആളുകൾ അത് എൻഗേജ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലൈക്ക് എടുക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറയാം. പിന്നെ ഡെമോഗ്രാഫിക്സ് എന്നുള്ളതാണ്, അതായത് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അവരുടെ ഇന്ററാക്ട് ചെയ്യുന്നത്. ഡെമോഗ്രാഫി എന്ന് പറയുമ്പോൾ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. അതായത് പങ്കെടുക്കുന്ന ആളുകളുടെ ആ ജനസംഖ്യയുടെ സ്വഭാവമാണ് അവിടെ പരിഗണിക്കുക. ഉദാഹരണത്തിന് സംസാരിക്കുന്ന ആളുടെ അതിൽ ഇടപെടുന്ന ആളുകളുടെ ഏജ്, ജെൻഡർ, അത് ഏത് വരുമാനമുള്ളവരാണ്, എത്രത്തോളം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് താഴെ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഏത് പ്രായക്കാരാണ്, അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണ്, ഏത് എഡ്യൂക്കേഷൻ ലെവലിലുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മീഡിയ ഓഡിയൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ അവർ പുലർത്തുന്ന ആറ്റിറ്റ്യൂഡ്, അവരുടെ പ്രതികരണത്തിന്റെ രൂപം, അവർ വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങളൊക്കെ പെടും. മനോഭാവം, അതാണ് ആറ്റിറ്റ്യൂഡിൽ വരിക. ബിഹേവിയർ എന്ന് പറയുമ്പോൾ പെരുമാറ്റം, അത് എന്ത് പ്രവർത്തനമാണ് അവർ തിരിച്ചു ചെയ്യുന്നത്.
ആക്ഷനാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയാം. അതാണ് മീഡിയ ഓഡിയൻസിൽ വരുന്ന സംഭവം. ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം, ഇനി അതോ വലിയ മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ചോദിച്ചില്ലെങ്കിൽ എഴുതിക്കോളാം. മീഡിയ ഓഡിയൻസ് എന്ന് പറയാൻ ആകെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതുക. അതെല്ലാം ഇപ്പൊ എസ്സേയുടെ ഭാഗമൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ആണ് റാപ്പിഡ് ഇൻഫോർമേഷൻ ഡിസിമിനേഷൻ എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് വാർത്തകൾ കൈമാറുന്ന, ക്വിക്കായിട്ട് കൈമാറാൻ കിട്ടുന്ന ശേഷി, അത് തന്നെയാണ് മീഡിയ ഓഡിയൻസിന് ഏറ്റവും വലിയ പ്രസക്തി. പൊതുജനങ്ങളിൽ കുറെ ക്ഷീണം അവബോധം വളർത്തുക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അത്തരം നേട്ടങ്ങളുണ്ട്. ദെൻ സിവിക് എൻഗേജ്മെന്റ്, അതായത് പൊതുജന പങ്കാളിത്തം. സിവിക് എന്ന് പറയുമ്പോൾ നമ്മൾ സിവിലിയൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അർത്ഥത്തിലായിട്ടുണ്ടാവുക. പബ്ലിക് എന്ന് പറയുമ്പോൾ സാമൂഹിക അർത്ഥമാണ്, സമൂഹ ജീവിക്കാണ്. നമ്മൾ ഒരു പബ്ലിക്കിലുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ സമൂഹം എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. പക്ഷെ സിവിക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ്. സിറ്റിസൺ എന്ന് പറയില്ല, പൗരൻ. പൗരൻ എന്നുള്ളത് ഒരിക്കലും സമൂഹത്തിലല്ല പൗരൻ ഉണ്ടാവുക, രാഷ്ട്രത്തിലാണ് പൗരൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടേമുകൾക്ക് അങ്ങനത്തെ ചില ഉള്ളിലൂടെ പോകുന്ന കുറച്ച് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആണ് സിവിക് എൻഗേജ്മെന്റിൽ പറയുന്നത്. ഇവിടെ പബ്ലിക് അവയർനെസ്സും സിവിക്കും ഒന്നല്ല എന്ന് ചോദിച്ചാൽ, സിവിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ ആ ഒരു സംഗതി ഒന്നുകൂടി സ്ട്രെസ് ചെയ്തൊന്ന് മനസ്സിലാക്കുക, വ്യത്യാസം മാത്രം. ദെൻ കൾച്ചറൽ എക്സ്പോഷർ ആൻഡ് എക്സ്ചേഞ്ച് ആണ്. വ്യത്യസ്ത സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിഷ്ണുത വളർത്തുവാനും ലോകം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഒരു അവസ്ഥ മീഡിയ ഓഡിയൻസിന്റെ വികാസത്തിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ സാമൂഹികപരമായിട്ടുള്ള കണക്ഷൻ, കമ്മ്യൂണിറ്റി കണക്ഷൻസ് ഒക്കെ പരസ്പരം ഒപ്പീനിയൻസ് കൊടുക്കാൻ, ഓഡിയൻസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനൊക്കെ മീഡിയ ഓഡിയൻസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇവരെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് സ്വാധീനമാണെന്നുണ്ടെങ്കിൽ, ഒരു ഫേക്ക് മെസ്സേജ് കൊണ്ടുള്ള സ്വാധീനമാണെങ്കിൽ അത് നെഗറ്റീവ് സംഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ മീഡിയ ഓഡിയൻസിനെ നമുക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റും. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഒരു തെറ്റായ ദിശയിലേക്ക് അവർ പോലും അറിയാതെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ തീരുമാനത്തെ, അവരുടെ ബുദ്ധിയെ നമുക്ക് ചൂഷണം ചെയ്യാനോ കീഴടക്കാനോ പറ്റും എന്നുള്ളതാണ് മാനിപ്പുലേഷൻ. പിന്നെ പലപ്പോഴും ലിമിറ്റഡ് റീച്ച്. ഇപ്പോൾ പ്രധാനമായിട്ട് ട്രഡീഷണൽ മീഡിയക്കൊക്കെ മീഡിയ ഓഡിയൻസ് കുറവാണ്. അപ്പോൾ ട്രഡീഷണൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം മീഡിയ ഓഡിയൻസ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. ചെലവ് കൂടുതലാണ് പലപ്പോഴും. ഇത് കമ്പാരിറ്റീവ് ആണ് കേട്ടോ, റിലേറ്റീവ് ആണ്, ആപേക്ഷികമാണ്. എല്ലാ മീഡിയ ഓഡിയൻസും ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്, അങ്ങനെ മനസ്സിലാക്കുക. ദെൻ ലോ ഇന്ററാക്ടിവിറ്റി. ട്രഡീഷണൽ മീഡിയയിലാണ് പ്രശ്നമൊക്കെ വരുന്നത്. ന്യൂ മീഡിയയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്ക്. ട്രഡീഷണൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള, തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവസരം കുറവാണ്. പിന്നെ ടാർഗറ്റിങ് കുറവാണ്. പലപ്പോഴും ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് വരാറുണ്ട്. ഉദാഹരണത്തിന് വരുത്തുന്ന അല്ലെങ്കിൽ അക്രമ മനോഭാവം വളർത്തുന്ന സെക്ഷൽ കണ്ടന്റുകളൊക്കെ കുട്ടികൾക്ക് എത്തിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും മീഡിയ ഓഡിയൻസും മീഡിയ കോണ്ടന്റും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രശ്നമായി മാറാറുണ്ട്. പിന്നെ പലപ്പോഴും പരസ്യങ്ങളുടെ ആധിക്യം, ടു മെനി ആഡ്സ് എന്നുള്ളത് മീഡിയ ഓഡിയൻസിനെ മീഡിയയിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ TV യൂസേജ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. TV-യിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പരസ്യം വന്നാൽ പലരും അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചാനലിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? ആ പരസ്യം കാണാൻ ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ആളുകൾ പ്രീമിയം അടച്ചിട്ട് അതിന്റെ പരസ്യം ഇല്ലാത്ത വേർഷൻ വാങ്ങുന്നത് കാണാം. അപ്പൊ അത്രയും പണം ചെലവാക്കിയാലും ശരി, അത്തരത്തിലുള്ള വെറും പരസ്യങ്ങളുമായിട്ട് ഇടപെടാൻ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല. ദെൻ നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് വാർപ്പ് മാതൃക എന്നൊക്കെ പറയും, വെപ്പ് എന്ന് പറയാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് എന്ന് പറയുന്ന ആ സംഗതിക്കാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാം. അവിടെ നിലവിൽ സമൂഹത്തിലുള്ള ചില വാർപ്പ് മാതൃകകളെ കൂടുതൽ ബലപ്പെടുത്താൻ, അത് നെഗറ്റീവ് ആണെങ്കിലും അതിനെ ബലപ്പെടുത്താൻ പലപ്പോഴും മീഡിയ ഓഡിയൻസ് കാരണമാകാറുണ്ട്. ദെൻ വയലൻസുമായിട്ടുള്ള കണക്ഷൻ, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. വായിച്ചു നോക്കിയാൽ മതി. പിന്നെ മീഡിയ ഓഡിയൻസ് സൊസൈറ്റി സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവം തന്നെയാണ്. പ്രൊഡ്യൂസേഴ്സിന് പ്രത്യേക മീഡിയ ഓഡിയൻസിനുണ്ട്. അതിലൂടെ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ, സമൂഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ രൂപീകരിച്ചെടുക്കാൻ മീഡിയ ഓഡിയൻസിന് സാധിക്കും. അപ്പൊ അത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റ് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മർമ്മം. അപ്പൊ അതെങ്ങനെയാണ് വിശദീകരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നോട്ട് വായിച്ചാൽ മതി. സിമ്പിളായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഓഡിയൻസ് റിസർച്ച് എന്നുള്ളത്. ഈ പറയപ്പെട്ട മീഡിയ ഓഡിയൻസിനെ കുറിച്ചിട്ട് ഗവേഷണം ചെയ്യുന്നതിനാണ് മീഡിയ റിസർച്ച്, ഓഡിയൻസ് റിസർച്ച് എന്ന് പറയാം. അതായത് പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഡാറ്റ അബൌട്ട് എ ടാർഗറ്റ് ഓഡിയൻസ്. ഒരു നിശ്ചിത ലക്ഷ്യം, ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഡാറ്റകൾ സ്വീകരിക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, താല്പര്യങ്ങൾ, പെരുമാറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക. അപ്പോൾ ഈ ഓഡിയൻസ് റിസർച്ച് സർവേയിലൂടെ ചെയ്യാം, ഫോക്കസ് ഗ്രൂപ്പിലൂടെ ചെയ്യാം,
ഇന്റർവ്യൂ നടത്തിയിട്ടൊക്കെ ചെയ്യാം. അതായത് മീഡിയ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പരസ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യം ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒരു വിഭാഗമാണ് നാട്ടിലുള്ളത്. അപ്പോൾ ആ അനുയോജ്യമല്ലാത്ത പരസ്യം ചെയ്താൽ ആ കമ്പനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഡിയൻസ് റിസർച്ച് പുതിയ കാലത്ത് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നവമാധ്യമങ്ങൾ സജീവമായതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതൊക്കെ ഒരു പുതിയ ട്രെൻഡാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ലക്ഷ്യം അതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് എന്താണ് ഓഡിയൻസ് റിസർച്ചിലൂടെ പുതിയ ട്രെൻഡുകൾ മറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനനുസരിച്ചുകൊണ്ട് കണ്ടന്റുകൾ നമുക്ക് ടൈലർ ചെയ്തെടുക്കാം, അതായത് തയ്ച്ചെടുക്കാൻ പറ്റും. അതിനനുയോജ്യമായ രൂപത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗപ്പെടുത്താം. ഇതിനെ തുടർന്ന് ഇൻഡസ്ട്രി എൻഗേജ്മെന്റ് ഉണ്ടാകുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു റിസർച്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആളുകളുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ സംസാരിച്ചാൽ അവരെ നമുക്ക് അനായാസം കൈപ്പിടിയിലാക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു വിഷയം ഇതും പോസിറ്റീവാണ്. ഇതിൽ ഡെമോഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ കാണുന്നുണ്ടല്ലോ. ഡെഫിനിഷനോ? ഡെമോഗ്രാഫിക്സ് നമുക്ക് ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്, അതിലുള്ളതാണ്. ഓഡിയൻസ് റിസർച്ചിലെ ലാസ്റ്റ് ആയിട്ട് ഡെമോഗ്രാഫിക്സും സൈക്കോഗ്രാഫിക്സും. സൈക്കോഗ്രാഫിക്സ് വരുന്നുണ്ട് കേട്ടോ, അവിടെ എത്തിയിട്ടില്ല. ഇതില് ഷോർട്ട് നോട്ടിൽ ഇതിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, വരുന്നുണ്ട്. ദെൻ മീഡിയ സ്റ്റഡീസിൽ ഓഡിയൻസിന്റെ പങ്കാണ് പറയാനുള്ളത്. മാധ്യമങ്ങളെ കുറിച്ച് പഠിക്കുന്നിടത്ത് ഇപ്പോൾ TV, റേഡിയോ, പ്രിന്റ്, ഇന്റർനെറ്റ്, മൊബൈൽ ഡിവൈസ് ഇത്തരം സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയ ഇക്വേഷൻ വളരെ പ്രധാനമാണ്. അതൊരു മാധ്യമ ഇക്വേഷൻ, അതിന്റെ ഒരു സമവാക്യം വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ ഏത് സമയത്ത് പോസ്റ്റ് ഇടലാണ് ആളുകൾ കാണുക, അപ്പോൾ അതൊരു ഇക്വേഷനാണ്. രാത്രി 7:30-യും 8:30 ഇടയിൽ ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ ആ സമയം നോക്കിയിട്ട് വേണം ഒരു പരസ്യം ഷെയർ ചെയ്യാൻ. പൊതുവെ ആളുകൾ യൂസ് ചെയ്യാത്ത സമയമാണ് ഉച്ചക്കാലത്ത് തിരക്കിൽ പെടുന്ന സമയമാണ് 2 to 3 മണിയൊക്കെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നും തിരിച്ചു വരുന്ന സമയം, കൂടുതൽ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് ഒരു പരസ്യം കിട്ടിയതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓഡിയൻസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് മീഡിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് മീഡിയ സ്റ്റഡീസിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് മാറാറുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി മീഡിയയിൽ ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സർവേകള്, ക്വസ്റ്റ്യനെയറുകൾ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ, 1-to-1 ഇന്റർവ്യൂ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആളുകളുടെ താല്പര്യങ്ങളുടെ അവരുടെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പഠിക്കപ്പെടുന്ന 2 കാര്യമാണ് ഡെമോഗ്രാഫിക്സും സൈക്കോഗ്രാഫിക്സും. മീഡിയ ഓഡിയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങളാണ്. ഡെമോഗ്രാഫി നമ്മൾ നേരത്തെ പറഞ്ഞു, ജനസംഖ്യാ ശാസ്ത്രമാണ് ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ. അതായത് ആ ജനസംഖ്യയുടെ ചില ഘടകങ്ങൾ, അതായത് ജനസംഖ്യ നമ്മൾ കണക്കാക്കുക ഇങ്ങനെ, അതിൽ എത്ര ശതമാനം കുട്ടികളുണ്ട്, എത്ര ശതമാനം പുരുഷന്മാരുണ്ട്, എത്ര ശതമാനം സ്ത്രീകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യം. ഒരാൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ എന്ന സംഭവം, ഇവിടെ ക്ലിയർ ആവാത്തത് ഉഷാദ് ഷെരീഫോ, ഡൗട്ടുള്ളവർ ചോദിക്കാട്ടോ. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനസംഖ്യയെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഒരു 1000 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനം ആളുകൾ കുട്ടികളാണ്, എത്ര ശതമാനം ആളുകൾക്ക് 50,000+ മാസ ശമ്പളം ഉണ്ട്, എത്ര ആളുകൾക്ക് പട്ടിണിയിലാണ്, അങ്ങനെ ശതമാനക്കണക്ക് എടുക്കുമല്ലോ. ഒരു ജനസംഖ്യയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുക. അപ്പോൾ ഈ മീഡിയ ഓഡിയൻസിൽ തന്നെ എത്ര കുട്ടികളുണ്ട്, എത്ര പ്രായമായവരുണ്ട്, അവരുടെയൊക്കെ സാമ്പത്തിക വരുമാനം എത്രയാണ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സംഭവത്തെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയാം. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഓക്യുപ്പേഷൻ, ഇൻകം, ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലെ ഡെമോഗ്രഫി എവിടെയാ പറയുന്നത്? മീഡിയ ഓഡിയൻസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. അവിടെയാണല്ലേ ഓഡിയൻസ് അതിലായിരിക്കും വരുന്നുണ്ടാവുക. PPTയുടെ ഒന്നുകൂടി സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, ഓഡിയൻസ് റിസർച്ച് ഏത് ഘടകത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അത് പറയുന്ന ഒരു പോയിന്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. പഠിക്കാറുണ്ട്, സൈക്കോഗ്രഫിയും പഠിക്കാറുണ്ട്. സൈക്കോഗ്രഫി എന്ന് പറയുമ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്ര സംബന്ധം, അതായത് ആളുകളുടെ സ്വഭാവം, അവരുടെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ജനറ്റികമായിട്ടുള്ള ചില കാര്യങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മാനസികമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഇത്ര പുരുഷൻ എണ്ണുന്നത് പോലെ ഒരാളുടെ നന്മ തിന്മ എണ്ണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള സൈക്കോഗ്രഫി എന്ന് പറയുക. അതല്ലാതെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ് ഡെമോഗ്രഫി എന്ന് പറയാം. ഇത് രണ്ടും എന്ത് ചെയ്യാറുണ്ട്,
ഓഡിയൻസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു മീഡിയ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കാറുള്ളത്. അപ്പോൾ അതാണ് മീഡിയ ഓഡിയൻസ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് ഓഡിയൻസ് റിസർച്ച് ആണ് നാല് തരത്തിലാണുള്ളത്. പ്രൈമറി റിസർച്ച് ആൻഡ് സെക്കൻഡറി റിസർച്ച്. പ്രൈമറി റിസർച്ച് എന്ന് പറയുമ്പോൾ നേരിട്ട് ആ ഓഡിയൻസുമായി നേരിട്ട് ചോദിച്ചറിയുന്നതാണ് പ്രൈമറി റിസർച്ച്. ഒരു ഇടയിൽ ആരും ഉണ്ടാവില്ല, നേരെ ഫോൺ വിളിച്ചിട്ടോ ഇമെയിൽ അയച്ചിട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡറി റിസർച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയത് പുസ്തകം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഇന്ത്യൻ പ്രേക്ഷകരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഒരാളൊരു പുസ്തകം എഴുതി വിചാരിക്കുക. ആ പുസ്തകം നോക്കി പഠിക്കുമ്പോൾ അത് സെക്കൻഡറി റിസർച്ച് ആവും. കാരണം ഓൾറെഡി ആൾ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നേരിട്ട് നമ്മളൊരു മീഡിയ ഓഡിയൻസിനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പരിപാടി എന്ന് ചോദിക്കുന്നതും ഒരു റിപ്പോർട്ട് വായിക്കുന്നത് രണ്ടാണ്. അപ്പോൾ നേരിട്ട് ചോദിക്കുമ്പോൾ അത് പ്രൈമറി റിസർച്ചായി. ഒരു പുസ്തകം നോക്കിയിട്ട് ഓഡിയൻസ് റിസർച്ച് നടത്തുമ്പോൾ അത് സെക്കൻഡറി റിസർച്ചായി. പിന്നെ വരുന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മീഡിയ ഓഡിയൻസിന്റെ എണ്ണമാണ് പരിഗണിക്കുക. ക്വാണ്ടിറ്റി മീൻസ് എണ്ണം. നേരത്തെ പറഞ്ഞ പോലെ എത്ര പുരുഷനുണ്ട്, എത്ര സ്ത്രീയുണ്ട്, എത്ര കുട്ടികളുണ്ട്, എണ്ണം വെച്ചിട്ട് നോക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ BARB പോലെയുള്ള ഓർഗനൈസേഷൻ, ഇപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് ഓഡിയൻസ് റിസർച്ച് ബോർഡ്, അതായത് സംരക്ഷകരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അവർ TV ഓഡിയൻസിനെ മെഷർ ചെയ്യുക ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത്ര മണിക്ക്, അതായത് 7 മണി മുതൽ 8 വരെ പ്രക്ഷേപണം ചെയ്യുന്ന സീരിയൽ ഇത്ര ഓഡിയൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ അത് കാണുന്നുണ്ട്. ആ സംഗതി അത് ക്വാണ്ടിറ്റി ആണ് അവിടെ നോക്കുന്നത്, എണ്ണമാണ് നോക്കുക. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണം പരിശോധിക്കുന്ന, അതായത് എന്തുകൊണ്ട് ആളുകൾ അത് സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇവിടെ ഹൗ മച്ച് എന്നുള്ളതാണ് നോക്കുക, ഇവിടെ വൈ എന്നുള്ളതാണ് നോക്കുക. എന്തുകൊണ്ട് അത് ചെയ്യുന്നു. നേരത്തെ ചെയ്ത എണ്ണം നോക്കുമ്പോൾ ഇവിടെ അതിന്റെ ഗുണപരമായ വിഷയങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ 4 ടൈപ്പ്: പ്രൈമറി, സെക്കൻഡറി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇനി മൂന്നാമതാണ് പബ്ലിക്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിന്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചേക്കുക. പബ്ലിക് എന്ന് വെച്ചാൽ സമൂഹം. സമൂഹം അതെന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ആളുകളുടെ കൂട്ടമാണ്. നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ, അവർക്ക് പരസ്പരം ഒരു ബന്ധമില്ല, അതായത് മുൻകൂട്ടിയൊരു ബന്ധമില്ല, പക്ഷെ കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. പക്ഷെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു, ഒരുമിച്ച് കൂടുന്നു. ഉദാഹരണത്തിന് ഒരു അങ്ങാടിയിലൂടെ നടന്നു പോന്നിരുന്ന ഒരാൾക്ക് അവിടെ ഒരു കവലപ്രസംഗം നടക്കുകയാണ്. അപ്പൊ ആ കവലപ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പബ്ലിക് രൂപപ്പെടും. ഒരു പൊതുജനങ്ങൾ അവിടെ വന്ന് കൂടും. അപ്പോൾ അവിടെ പർപ്പസ് എന്ന് പറയുന്ന ആ പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം ഒരു ബന്ധമില്ലാത്ത മനുഷ്യന്മാര് ഒരു പ്രസംഗം കേട്ടപ്പോൾ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് അത് കേൾക്കാൻ വന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വന്ന ആളുകളെയാണ് നമ്മൾ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനം എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അതിലൊരു ക്രൗഡ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ്, ടാക്സ് അടയ്ക്കുന്നവര്, വോട്ടേഴ്സ്, മീഡിയകള്, അതുപോലെ തന്നെ എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ഇതൊക്കെ ഈ രീതിയിൽ വരും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ പബ്ലിക്കിനെ മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെ നമുക്ക് പബ്ലിക്കിനെ കണക്കാക്കാൻ പറ്റിയ യൂസർ സൈസ്, എത്ര ആളുകൾ വന്നിട്ടുണ്ട്, പിന്നെ വന്ന ആളുകൾക്ക് തന്നെ അവരുടെ വൈദ്യം എത്രത്തോളം ഉണ്ട്. അപ്പൊ എല്ലാവരും സ്ത്രീകളാണോ, എല്ലാവരും പുരുഷന്മാരാണോ, അതോ എല്ലാവരും മലയാളികളാണോ, എല്ലാവരും ഹിന്ദിക്കാരാണോ, അത് എത്രത്തോളം ഉണ്ട്, അത്തരത്തിലുള്ള വൈജാത്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്ക്. ദെൻ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യം എന്തായിരുന്നു. ചില ആളുകൾക്ക് അതിനോട് പോസിറ്റീവ് താല്പര്യത്തിന്റെ പുറത്ത് വന്നിട്ടുണ്ടാവുക, ചിലരത് വിമർശന ബുദ്ധിയോടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ ആക്സസിബിലിറ്റി, എല്ലാ ആളുകൾക്കും അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ, അതുകൊണ്ട് എത്തിച്ചേരൽ എളുപ്പമാണോ. ദെൻ ഇൻഫ്ലുവൻസ്, അത് ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം. പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനുള്ള സ്വാധീനം എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. കാര്യം മനസ്സിലാക്കുക എന്നുള്ളൊരു അർത്ഥേ ഇവിടെ വരുന്നുള്ളൂ. എന്തായാലും ഇതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, സമയമെടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഇത്ര നമുക്ക് പറ്റുള്ളൂ ഈ സമയം കൊണ്ട്. നമ്മൾ റെഗുലർ സ്റ്റുഡൻസിന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിനെ പ്രൊവൈഡ് ചെയ്തിരുന്നു, സമയം എടുത്തിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഇത്രയൊക്കെയാണ് മാക്സിമം നമുക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് അതോറിറ്റി, ഒരു പബ്ലിക്കിനെ കൃത്യമായിട്ട് കൊണ്ടടക്കാൻ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായത് ഇവിടുത്തെ പബ്ലിക്കിനോട്, അതായത് പൊതുജനങ്ങളോട് ഗവൺമെന്റ് വെച്ച് പുലർത്തേണ്ട ഡ്യൂട്ടീസ് ചോദ്യം ചോദിക്കാൻ സാധ്യത കുറവാണ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചീകരണ സാഹചര്യങ്ങള്, പോഷകാഹാരം, സ്ഥിരം വർത്തമാനങ്ങളാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വിഷയമാണ് പബ്ലിക് ഒപ്പീനിയൻ, അതായത് പൊതുജന അഭിപ്രായം. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഇസ് എ കളക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ പർട്ടിക്കുലർ ഇഷ്യൂ. ഒരു നിശ്ചിത വിഷയത്തിൽ ഒരു ഉണ്ടാകുന്ന സംഭവത്തിനാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ ഉണ്ടാവും, പൊതു അഭിപ്രായം, പൊതുബോധം എന്നൊക്കെ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലൊരു സർക്കാരുണ്ട്, അടുത്ത വർഷം ഇലക്ഷൻ നടക്കുകയാണ്. ആ സർക്കാർ
ഇനിയും തുടരണം എന്നാണോ അതോ താഴെ ഇറങ്ങണമെന്നാണോ തീരുമാനം? അതിൽ ഒരു സംഘം ആളുകൾക്ക് അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പിക്ചർ ഉണ്ടായിരിക്കും, ഒരു പൊതുബോധം ഉണ്ടായിരിക്കും. അതായത് ഇല്ല, ഇനി ആ പാർട്ടി ഭരിക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. ഇനി നല്ല സർക്കാരാണ് തുടരാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുക. അപ്പോൾ അല്ലാതെ തലപോയ്ക്കൊന്നും വേണ്ട. മീഡിയയും പബ്ലിക് ഒപ്പീനിയനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഈ പബ്ലിക് ഒപ്പീനിയൻ തീരുമാനിക്കാനും മീഡിയക്ക് സാധിക്കും. കാരണം മാധ്യമങ്ങൾ ഒരേ സമയം ഒരുപാട് ആളുകളോട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ തീരുമാനം എടുക്കണം എന്ന് ഒരു ധാരണയിലെത്താൻ സഹായകമാകുന്ന ഒരു സംഗതിയാണ് മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഈ ഒരു വിഷയം. അപ്പൊ അത് ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മറ്റൊക്കെ പറയാനുള്ള വേദി, പബ്ലിക് ഒപ്പീനിയൻ പ്രകടമാക്കാനുള്ള വേദി ശരിക്ക് മാധ്യമങ്ങളാണ്. ഇനി അതിന്റെ സ്ട്രെങ്ത് ആണ് പബ്ലിക് ഒപ്പീനിയന്റെ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്റ്റ് ചേഞ്ച്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിലുള്ള സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു പബ്ലിക് ഒപ്പീനിയന് കഴിയും. അതുപോലെ തന്നെ അതൊരു അക്കൗണ്ടബിലിറ്റി ടൂൾ കൂടിയാണ്. ആളുകളുടെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ പബ്ലിക് ഒപ്പീനിയൻ സഹായിക്കും. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിന്റെ അധിപനാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അക്കൗണ്ടബിൾ ആണോ, അതായത് ഉത്തരവാദിത്തപൂർണ്ണമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പബ്ലിക് ഒപ്പീനിയൻ പരിശോധിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണത്. പിന്നെ ഇൻഫോർമേഷൻ വാല്യൂ, പൊതുജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൈമാറാനുള്ള, അവർക്ക് ഒരു കാഴ്ചപ്പാടുകൾ മറ്റൊക്കെ നൽകാനുള്ള ഒരു ഇൻഫോർമേറ്റീവ് വാല്യൂ കൂടി തരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയൻസിനുണ്ട്. പിന്നെ ഒരു ഫീഡ്ബാക്ക് സോഴ്സ് കൂടിയാണ്. നമുക്കൊരു കാര്യത്തെ കുറിച്ചിട്ട് പ്രതികരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പബ്ലിക് ഒപ്പീനിയൻ പരിശോധിച്ചാൽ മതി. ഇനി പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്ന ആളുകൾ സിമ്പിളാണ്. മാധ്യമങ്ങൾ നമ്മുടെ ഒപ്പീനിയൻസിനെ രൂപപ്പെടുത്താറുണ്ട്. നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ, നമ്മൾ ഏത് എഡ്യൂക്കേഷനിലൂടെയാണ് മുന്നോട്ട് വന്നത്, അത് ശ്രദ്ധേയമാണ്. ദെൻ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, അവരുടെ വിശ്വാസങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആ ഒരു ആശയ രൂപീകരണത്തിൽ ആ വിഷയം എടുക്കുന്ന ഫാക്കൽറ്റി എന്നുള്ള അർത്ഥത്തിൽ എനിക്കൊരു പങ്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളിലൊക്കെ ഈ സംഗതി കൂടുതൽ പ്രകടമാണ്. കാരണം ജനിച്ചു വന്ന ഒരു കുട്ടിക്ക്, ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് അവരുടെ ചുറ്റുമടുത്തുള്ള ആളുകൾ, പാരൻസും ടീച്ചേഴ്സും ആയിരിക്കും ആ കുട്ടിയുടെ നിലപാടുകളെ രൂപപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്താൻ പാരൻസും ടീച്ചേഴ്സിനും സാധിക്കും. അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, അതായത് സഹപ്രവർത്തകർ അല്ലെങ്കിൽ സഹപാഠികൾ, സമപ്രായക്കാർ, അതിനാണ് നമ്മൾ PS എന്ന് പറയാം. PS എന്ന് വെച്ചാൽ സമപ്രായക്കാർ. അതുപോലെ തന്നെ മതം ഒരു വലിയ ഘടകമാണ്. ഇവരൊക്കെ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്താറുണ്ട്. ദെൻ പിന്നെ നമുക്ക് പറയുന്ന സംഗതിയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നുള്ളത്. സിമ്പിൾ സാധനമാണ്. ഒപ്പീനിയൻ ലീഡേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹു ഇൻഫ്ലുവൻസ് ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ തീരുമാനത്തെ തീരുമാനിക്കാൻ മാത്രം കേൾപ്പുള്ള നേതാക്കന്മാർ. ഒരു പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവ് ഉണ്ടാവും. ആ നേതാവ് പറഞ്ഞാൽ പിന്നെ ഒരു അപ്പീൽ ഉണ്ടാവില്ല അതിലുള്ള അണികളെ സംബന്ധിച്ചിടത്തോളം. ഒരു മത നേതാവ്, ആ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ആ വിശ്വാസികൾ മൊത്തം എന്ത് ചെയ്യും? അതിന് കൂടെ നിൽക്കും. അപ്പൊ മറ്റുള്ളവരുടെ ഒപ്പീനിയനെ സ്വാധീനിക്കാൻ മാത്രം കഴിവുള്ള നേതാക്കളെയാണ് നമ്മൾ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സ് എന്നുള്ളത് ശരിക്ക് അവരാണ്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്നതിൽ ഒപ്പീനിയൻ ലീഡേഴ്സിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒപ്പീനിയൻ ലീഡേഴ്സ് നല്ല ഒപ്പീനിയൻ ലീഡേഴ്സ് ആണെങ്കിൽ ആ നാട്ടിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. മോശക്കാരാണെന്നുണ്ടെങ്കിൽ അത് മോശമാകും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഫൈനൽ സാധനമാണ് പബ്ലിക് സ്ഫിയർ, അതായത് പൊതുമണ്ഡലം. അതായത് ഈ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ, പബ്ലിക് പറഞ്ഞു, ആ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ആണ്, അവരുടെ അഭിപ്രായത്തെയാണ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ആ ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്ന ഒരു സ്ഥലം ഉണ്ടാകും. ഈ ചർച്ച നടക്കുന്ന ഇതാണ്, നമ്മൾ അങ്ങാടി ചർച്ച എന്നൊക്കെ പറയുന്നത് പോലെ ചർച്ച നടക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പൊതുമണ്ഡലം എന്ന് പറയാം. അതായത് പബ്ലിക് സ്ഫിയർ റെഫേഴ്സ് ടു എ സ്പേസ് ഫോർ എക്സ്പ്രസിംഗ് ആൻഡ് ഡിബേറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റിക്കൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇടം, അതാണ് പൊതുമണ്ഡലം അഥവാ പബ്ലിക് സ്ഫിയർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പബ്ലിക് പോളിസീസ്, സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ചർച്ച ചെയ്തിട്ട് വരും. പിന്നെ ഈ പബ്ലിക് സ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ട് ചരിത്രപരമായിട്ട് പല അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡയലോഗുകൾ, ചർച്ചകൾ, ഡിബേറ്റുകൾ മറ്റൊക്കെയാണ് ഉണ്ടാകുക. ഹെബർമസ് എന്ന് പറയുന്ന ഒരു സ്കോളർ, അദ്ദേഹം ഡെമോക്രസിയിൽ ഈ ഒരു ഇതിന്റെ പ്രസക്തിയെ കുറിച്ച് അല്ലാതെ ഊന്നി പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ 17-18 നൂറ്റാണ്ടുകളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പബ്ലിക് സ്ഫിയറുകൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതായത് ബൂർഷ പൊതുമണ്ഡലങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് കോഫി ഷോപ്സിൽ മറ്റൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. ദെൻ നാൻസി ഫ്രേസറും അതുപോലെ തന്നെ ഹാൻസ് ഷെണക്കും എന്നുള്ള രണ്ട് ക്രിറ്റിക്സ്, അവർ ഈ ഒരു
പബ്ലിക് സ്ഫിയർ എന്നുള്ള ആശയത്തെ ചോദ്യം ചെയ്തതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ചോദ്യം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഈ പൊതുമണ്ഡലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരേണ്യവർഗത്തെയാണ്. സാധാരണക്കാർക്കൊന്നും അതിൽ പ്രസക്തിയില്ല. പബ്ലിക് സ്ഫിയർ എന്ന് പറയുമ്പോൾ അതിനൊരു പൊതു അർത്ഥം ഉണ്ടെങ്കിലും അതിൽ വരേണ്യവർഗം മാത്രമേ ഇടപെടുന്നുള്ളൂ എന്നുള്ളൊരു നെഗറ്റീവാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്രൈവസിയുടെ കുറവ് ഒരു പ്രശ്നമാണ്. കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, കാരണം ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ പലപ്പോഴും തെറ്റായ വാർത്തകൾ പരക്കുന്ന ഒരിടമായിട്ടും പൊതുമണ്ഡലങ്ങൾ മാറാറുണ്ട്. ഇതാണ് നെഗറ്റീവ് സൈഡിൽ നമുക്ക് പറയാനുള്ളത്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. പബ്ലിക് സ്ഫിയറിന്റെ 2 ഡിസഡ്വാൻറ്റേജസ് ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒപ്പീനിയൻ ലീഡേഴ്സ് ആരാണെന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓഡിയൻസ് റിസർച്ചിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തവണ ടൈപ്സ് ചോദിച്ചേക്കാം. പിന്നെ ഈ പബ്ലിക് ഒപ്പീനിയൻ തീരുമാനിക്കുന്ന ഗവേണൻസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയ ഓഡിയൻസിന്റെ എസ്ഐ ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്നിടത്ത് മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് എഴുതുക, പിന്നെ അതിൽ മീഡിയയുടെ പങ്ക് എഴുതുക, അതിന്റെ വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് കൊണ്ടുവരിക. ഈ ഒരു ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ ആണ്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ട സാധനമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും അതിലൊരു ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പൊ അത് ഏത് ബ്ലോക്കിൽ നിന്ന് വരും നമുക്ക് തീർത്ത് പറയാനൊന്നും പറ്റില്ല. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ നമുക്കൊരു മിനിമം യുക്തി കൊണ്ട് എഴുതാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആൻസർ അറിയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ 4 എസ് എഴുതാനുള്ള 2 എസ് എഴുതാനുള്ളവർക്ക് 4 ചോദ്യം ഉണ്ടാകും. അതിൽ 2 കൃത്യമായിട്ട് അറിയുന്നെങ്കിൽ 2 എഴുതുക. 4 അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 പറ്റാവുന്ന രൂപത്തിൽ എഴുതി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി 3 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഈ 2 സിമ്പിൾ ആണ്. 2 എന്തായാലും പറയാം. 5ാമത്തെ യൂണിറ്റ് നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് പറയാൻ ശ്രമിക്കാം. നാളത്തെ സെഷനിൽ നമുക്ക് 4 യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളൂ. 4th ബ്ലോക്കിലെ 4 യൂണിറ്റ് ഉള്ളൂ. വേണമെങ്കിൽ 1 അവിടെ ഇട്ടാലും സമയം ബാലൻസ് ആയിക്കോളും. സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. എങ്ങനെ? ഹലോ, അതുകൊണ്ട് കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ 3ാമത്തെ യൂണിറ്റ് ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ബഹുജന ആശയവിനിമയം, അതുപോലെ തന്നെ സംസ്കാരം, ഇതെങ്ങനെയാണ് റിലേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അതിൽ എന്താണ് കൾച്ചർ എന്നുള്ള ഭാഗം വരുന്നുണ്ട്. അതിൽ വലിയ പ്രസക്തി ഇല്ല. പിന്നെ കൾച്ചർ വേഴ്സസ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതും വലിയ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ഒക്കെ പറയാട്ടോ, എല്ലാം ജസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. മാസ് മീഡിയ ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു ഭാഗത്താണ്. എങ്ങനെയാണ് ഇത് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു പാർട്ട്, അവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ചാപ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ, പിന്നെ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അവരാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പോപ്പുലർ കൾച്ചർ എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൾച്ചർ എങ്ങനെയാണ് കൾച്ചർ എങ്ങനെയാണ് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് തിരിച്ചും ചോദിക്കാം. പിന്നെ റോൾ ഓഫ് മാസ് മീഡിയ ആൻഡ് പ്രിസർവിംഗ് കൾച്ചർ എന്നുള്ള ഒരു സംഗതി, വീണ്ടും പോപ്പുലർ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. ഇതാണ് ഇതിൽ നിന്ന് വരാവുന്ന പരമാവധി ചോദ്യങ്ങൾ. അപ്പോൾ ഈ കൾച്ചർ, ലാംഗ്വേജ് ആ ചർച്ചയൊക്കെ ചോദിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക ചർച്ചയാണ്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു തരാം, മനസ്സിലാക്കുന്ന രീതി മനസ്സിലാക്കുക. അതായത് എന്താണ് കൾച്ചർ, സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സംസ്കാരത്തിന് ഒരു അടിപൊളി ഡെഫിനിഷൻ പറയുക എന്നുള്ളതൊക്കെ പ്രയാസമാണ്. മറിച്ച് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗതിയെ കൾച്ചർ എന്ന് വിളിക്കാനേ പാകുള്ളൂ. ഇപ്പോൾ ഒരു നാട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള അവിടെയുള്ള വിശ്വാസങ്ങള്, അവിടെ വെച്ച് പുലർത്തുന്ന മൂല്യങ്ങള്, അവരുടെ പെരുമാറ്റ രൂപങ്ങള്, അവരുടെ അലങ്കാര രീതികള്, അവിടെ ഉപയോഗിക്കുന്ന ഭാഷ, സംസ്കാരം, മതപരമായ പശ്ചാത്തലം, ടെക്നോളജി, ഇതൊക്കെ കൾച്ചറിൽ പെടുന്നതാണ്. ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ടാകും. അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ടാകും. അതിലൂടെ അവരുടെ ചിന്തകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടാകും. അപ്പൊ ലാംഗ്വേജ്, കൾച്ചർ, ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ലാംഗ്വേജ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് കൾച്ചറാണ് ലാംഗ്വേജ് രൂപപ്പെടുത്തുന്നത്. കൾച്ചർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് ആണ് അതിനെ സഹായിക്കുന്നത്. ആ ഭാഷയിലുള്ള പ്രതിനിധികൾ, അതാണ് അവിടെ സംസ്കാരമായിട്ട് പിന്നീട് വളരുകയാണ്. എന്നാൽ ഈ ഭാഷയെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് കൾച്ചറിനും പങ്കുണ്ട്. ഈ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളൊരു പോയിന്റ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കൾച്ചറൽ ഡിഫറൻസുകൾ ഇല്ലാതിരിക്കും.
മനസ്സിലാക്കാൻ ഇരിക്കണം. പിന്നെ ചില സൊസൈറ്റിയിലൊക്കെ ഡിഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എന്താണ് ഡിഗ്ലോഷ്യ? യൂസിങ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ഭാഷ ഉപയോഗിക്കുക. അതൊരു സമൂഹത്തിന്റെ കഴിവാണ്. ഭാഷ മീൻസ് ഇംഗ്ലീഷ് മാറ്റുക എന്നുള്ളതല്ല, ഉപയോഗിക്കുന്ന രീതി, അപ്പോൾ കണ്ടന്റ് പറയുന്ന സ്പീഡ്, അതുപോലെ തന്നെ ചിലർക്ക് ബൈലിംഗൽ ആയിരിക്കും, അതായത് 2 ഭാഷ ഒരേ സമയം സംസാരിക്കാൻ പറ്റുന്നവരുണ്ടാകും, മൾട്ടിലിംഗലായ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ പുതിയ കാലത്ത് എന്താണ്, മലയാളം മാത്രമല്ല പറയും, ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, മറ്റ് സാധ്യമായ അളവിലൊക്കെ അദ്ദേഹം ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഭാഷകളൊക്കെ പറയുന്ന ആള് മലയാളിയാണ്. ഒരു മലയാളി കൊണ്ടുള്ള അർത്ഥം മലയാളം മാത്രം അറിയുന്ന ആള് എന്നുള്ളതല്ല, പരസ്പരം കൾച്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഗ്ലോബലൈസ്ഡ് ലോകത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളൊരു ഇൻസൈറ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്നത്. പിന്നെ കൾച്ചറിനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഭയങ്കര ബന്ധമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ശബ്ദത്തിന്റെ അളവ്, നമ്മുടെ മുഖഭാവം, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൾച്ചർ റിലേറ്റഡ് ആണ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഭാഷയാണല്ലോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു മലയാളിയുടെ കൾച്ചറല്ല തൊട്ടപ്പുറത്ത് സംസ്ഥാനത്തുള്ള തമിഴനുള്ളത്. തമിഴന് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഗ്രസീവായിട്ട് തോന്നുന്നു, അതേ പരിപാടി മലയാളി എടുക്കുമ്പോൾ വേറെ ഏതോ അർത്ഥത്തിലാണ് നമുക്ക് തോന്നുന്നത്. ഒരേ പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള ചില ആശയങ്ങൾ. ഇതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് വ്യക്തമല്ല. ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യം വരുന്നതിന് ഒരു പരിമിതി ഉണ്ട്. നിങ്ങൾ ആ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കിയൊക്കെ അവസരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. കൾച്ചറൽ ഡിഫറൻസ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകൾ തമ്മിലുള്ള കൾച്ചറൽ മാറ്റങ്ങൾ അത് പലപ്പോഴും തടസ്സമായി നിൽക്കാറുണ്ട്. ഭാഷയും കൾച്ചറും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളത്. അത് എങ്ങനെയാണ്? ഇപ്പോൾ കൾച്ചർ ഇൻഫ്ലുവൻസ് ലാംഗ്വേജ് ബൈ ഷേപ്പിംഗ്. എങ്ങനെയാണ് കൾച്ചർ ഭാഷ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പദാവലികൾ, സെന്റൻസ് സ്ട്രക്ചർ, എന്ത് സംസാരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറാണ് തീരുമാനിക്കുക. ചില വാക്കുകൾക്ക് ഇന്ന അർത്ഥമാണുള്ളത്, ചില വാക്കുകൾ ചില നാട്ടിൽ അസഭ്യമാണ്, ബാക്കിയുള്ളിടത്ത് അസഭ്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ചിലയിടത്ത് അസഭ്യമായി മാറുന്നത്? ആ സംസ്കാരം ആ വാക്കിന് കൊടുക്കുന്ന ഒരു മൂല്യം ഉണ്ടായിരിക്കും. അതാണ് അപ്പോൾ ആ ഭാഷയുടെ അർത്ഥം നൽകുന്നത് അവിടുത്തെ സംസ്കാരമാണ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മാന്യതകൾ പുലർത്തണം. ആ മാന്യത ഒരു നാട്ടിൽ മാന്യതയാണ്, മറ്റൊരു സ്ഥലത്ത് മാന്യതയല്ല. അപ്പോൾ ഇതൊക്കെ മാറുന്നത് എങ്ങനെയാണ്? ആ ഭാഷയിൽ കൾച്ചർ നടത്തുന്ന സ്വാധീനം കൊണ്ടാണ്. എനിക്ക് സംഭവിക്കും, കൾച്ചറിന് ലാംഗ്വേജ് ഉണ്ടാക്കി മാറ്റും. കാരണം അവിടെയുള്ള വാല്യൂസ്, ബിലീഫ്, ഐഡന്റിറ്റി ഒക്കെ ഒരു ഉപയോഗത്തിന്റെ അർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഈ ഒരു ബന്ധം ഡൈനാമിക് ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡ് ആണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ മാസ് മീഡിയ ആൻഡ് കൾച്ചർ, ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ഭാഗം. ചില ചോദ്യം വരാവുന്ന സാധ്യത ഇതാണ്. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമായതിനോട് കൂടിയിട്ട് വ്യത്യസ്ത നാടുകളിലെ ഐഡിയാസ്, ബിലീഫ്സ് മറ്റൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് ഒരു ക്രൈസ്തവ ചർച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ക്രൈസ്തവ ചർച്ചിനകത്തുള്ള ഒരു സീന് വഴി എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തു മതത്തിലുള്ള ആചാരങ്ങൾ ഇന്നതാണെന്ന് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അമ്പലങ്ങളിലുള്ളത് പഠിക്കാൻ പറ്റും. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലേക്ക് പഠിക്കാൻ പറ്റും. സിനിമ കണ്ടാൽ മതി, ആ പശ്ചാത്തലത്തിൽ വന്നിട്ട് സിനിമ കണ്ടാൽ അവിടുത്തെ ജീവിതം അതിൽ പ്രകടമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു കൾച്ചർ ഒരു മാസ് മീഡിയയിലൂടെ പ്രകടമാകുന്നത് കൊണ്ട് ലോകം പരസ്പരം അപ്പുറത്തെ കൾച്ചറുകൾ മനസ്സിലാക്കാൻ, ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാസ് മീഡിയ കൾച്ചർ തമ്മിലുള്ള പ്രധാന ബന്ധം. ഇതിലൂടെ പലപ്പോഴും ജെൻഡർ റോളുകൾ, ചില വാക്കുകൾ, സാമൂഹികപരമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊടുത്തു. പണ്ട് ഇന്ത്യൻ സംസ്കാരം അതിന്ന് കുറെ അർത്ഥത്തിൽ യൂറോപ്യൻ സംസ്കാരത്തോട് യോജിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് കോളനിവൽക്കരണ കാരണമാണ്, സിനിമകൾ കാരണമാണ്. മെച്ചപ്പെട്ട ജീവിതം ഏതാണ് എന്നുള്ളത് തീരുമാനിക്കാൻ മാസ് മീഡിയ സഹായകമാകുന്ന ഒരു അവസ്ഥ. പിന്നെ അതൊരു കൾച്ചറൽ ഫോഴ്സ് ആയിട്ട് പലപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർഡ് വർക്ക്, ഇപ്പൊ ഒരാളോട് ദയ കാണിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ അത്തരത്തിലുള്ള നല്ല കൾച്ചർ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വംശീയത, വർഗീയത, ആക്രമണ മനോഭാവം, ഹിംസ, ഇതൊക്കെ നെഗറ്റീവ് സംഗതികളും ഒരു മേഖലയ്ക്ക് കൈമാറാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ചില നെഗറ്റീവ് ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബോഡി സ്റ്റാൻഡേർഡ്. ഇപ്പോൾ മെലിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് രൂപപ്പെടുക. കാരണം സൗന്ദര്യത്തിന് മെലിഞ്ഞ ശരീരമാണ് സൗന്ദര്യം. വോയിസ് കട്ടാവുന്നുണ്ട്. ഹലോ, കേൾക്കാനുണ്ടോ?
ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോ കൂടെ കൂട്ടി പറയണ പോലെ അത് ഫ്ലാറ്റ് കിട്ടുന്നു ചില സമയത്ത്. എന്തായാലും കഴിയാറായല്ലോ. ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ചോദിച്ചാൽ വേണമെങ്കിൽ വോയിസ് ആയിട്ട് അയക്കാം കേട്ടോ. ഓക്കെ. നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. ഒന്ന് ബോഡി സ്റ്റാൻഡേർഡ്. അത് മെലിഞ്ഞ ശരീരമാണ് ബെറ്റർ എന്നുള്ള ഒരു വിശ്വാസം രൂപപ്പെടുത്തിയെടുത്താൽ എല്ലാവരും മെലിയാൻ നടക്കും. അവരുടെ ഭക്ഷണം ഉപേക്ഷിക്കും. അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന മിസ്ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പ്രവണത, ഭയം ഉത്പാദിപ്പിക്കുക, പിന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു സ്റ്റീരിയോടൈപ്സ് നല്ലതാ. ഇങ്ങനെ സ്റ്റീരിയോടൈപ്പ് സ്റ്റീരിയോടൈപ്സ് മലയാളത്തിൽ ഇപ്പോ വാർപ്പ് മാതൃക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ഇവിടെയുള്ള ചില സിസ്റ്റങ്ങള്, അതായത് ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു കല്യാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആചാരങ്ങൾ, വളരെ ഭീമമായിട്ടുള്ള ആചാരങ്ങൾ. അപ്പോ അതിനൊക്കെ നമുക്കൊരു സ്റ്റീരിയോടൈപ്പായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല, ചില ആളുകൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഈ ഒരു പരിധിയിൽ വരാറുണ്ട്. ക്ലിയറിന്റെ പ്രശ്നം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. ഹലോ ഹലോ, കേൾക്കാം സാർ. ക്ലിയർ കുറച്ച് എന്നാലും മനസ്സിലാവുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ക്ലിയർ ആയിട്ടില്ല. നെറ്റ് ഇഷ്യൂ ആകുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ പറയലായിരിക്കും ബെറ്റർ. ഒമ്പേരായില്ലേ. അപ്പൊ അതാണ് മാസ് മീഡിയ കൾച്ചറിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് ഇവിടെ പറയാനുള്ളത്. ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി പ്രാധാന്യം കുറവാണ്. എങ്ങനെയാണ് ബന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്. മീഡിയയാണ് ഒരു ട്രഡീഷനെ മറ്റൊരു സമൂഹത്തിലേക്ക് കൈമാറുന്നത്. അപ്പൊ അവിടെയുള്ള കൾച്ചറൽ വാല്യൂസ്, ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ അവിടെയുള്ള പാരമ്പര്യം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. വ്യത്യസ്ത കൾച്ചറുകളെ കുറിച്ചിട്ടുള്ള അറിവ് മറ്റൊരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വഴി നൽകുന്നു. പിന്നെ ഇപ്പൊ നിലവിലുള്ള മാറ്റപ്പെടേണ്ട ചില പ്രവണതകൾ ഉണ്ടാകും, സ്റ്റീരിയോടൈപ്സ് ഉണ്ടാകും, ചില മുൻവിധികൾ ഉണ്ടാകും. അതിനെ ചോദ്യം ചെയ്യുന്നു, അതിന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ആളുകളെ കൂടുതൽ സഹിഷ്ണുതയോട് കൂടിയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഒരു നാട്ടിലെ കൾച്ചർ, അവിടെയുള്ള ട്രഡീഷൻ, ഐഡന്റിറ്റി ഇതൊക്കെ പ്രിസർവ് ചെയ്യുക വളരെ പ്രധാനമാണ്. എങ്കിലാണ് അവിടുത്തെ ചരിത്രവും അവിടുത്തെ അറിവുകളും മൂല്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പൊ അത് നിലനിർത്താൻ ന്യൂ മീഡിയക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം പല കൾച്ചറൽ സ്റ്റോറീസും പരസ്പരം ഷെയർ ചെയ്യുന്നത് വഴി അവർക്ക് ഈ ഒരു പ്രോസസ്സ് നടപ്പിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ദെൻ പോപ്പുലർ കൾച്ചർ എന്നുള്ളതാണ് ഒരു നാട്ടിലെ ഏറ്റവും ട്രെൻഡിനെയാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്ന് പറയാം കേട്ടോ. അവിടെയുള്ള ഫാക്ട്സ്, ട്രെൻഡ്സ്, വാല്യൂസ്, നോംസ് ഇതൊക്കെയാണ് പോപ്പുലർ കൾച്ചർ. ഒരു ആധുനിക സമൂഹത്തിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ട്രെൻഡിനെയാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്ന് പറയുക. അപ്പോൾ പോപ്പുലർ കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന് ഡ്രസ്സിങ് സ്റ്റൈലുകൾ, ഹെയർ ഫാഷൻ ഇതൊക്കെ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സിനിമ ആയിരിക്കും, ഒരു ട്രെൻഡായിരിക്കും. അതൊക്കെ മാധ്യമങ്ങളാണ് അവർ പണിയെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പോപ്പുലർ കൾച്ചറും മാധ്യമവും തമ്മിൽ ബന്ധമുണ്ട്. വായിച്ചാൽ കിട്ടാവുന്ന ഒരു ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരേ സമയം തന്നെ മീഡിയ എന്നുള്ളത് ഒരു കണ്ണാടിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളുടെ ഒരു മിററാണ് യഥാർത്ഥത്തിൽ ആ കൾച്ചർ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് മീഡിയ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ പോപ്പുലർ കൾച്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കാം, അതിലുള്ള പങ്കും ഡിഫൈൻ ചെയ്തേക്കാം. സോ സമയം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഒരു 4 ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നത് തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. 3 മണിക്കൂറൊക്കെ ആയില്ലേ. എന്തായാലും ഇനിയിപ്പോൾ നാളത്തെ പ്ലാന് നമ്മുടെ 4th യൂണിറ്റ് എന്തായാലും 4th ബ്ലോക്ക് എന്തായാലും തീർക്കണം. ചിലപ്പോൾ 5th ബ്ലോക്ക് തുടങ്ങും, അല്ലെങ്കിൽ 6th ബ്ലോക്കിലേക്ക് നേരെ ജമ്പ് ചെയ്യും. 6th ബ്ലോക്കിൽ കുറച്ച് ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് വേണ്ട രൂപത്തിൽ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ വൈകാതെ അവൈലബിൾ ആകും. എവിടെയെങ്കിലും ക്ലാരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ കേൾക്കാവുന്നതാണ്. വെള്ളിയാഴ്ച തീരുന്നതായ കോലത്തിൽ നമ്മൾ റിവിഷൻ ക്ലാസ് എൻഡ് ചെയ്താൽ പോരെ? അതൊക്കെ കൂടെ എടുക്കുമ്പോൾ ദഹിക്കാത്ത പോലെ
സാറിന് സാറിന്റെ പ്ലാൻ എങ്ങനെയാ അറിയില്ല, എടുക്കുന്ന ആളെ പ്ലാനാണ്. എന്നാലും ഓവറായിട്ട് തിരക്ക് പിടിച്ച് നേരത്തെ തീർത്തതിനെ കൊണ്ട് നമുക്ക് പഠിക്കാൻ ടൈം കിട്ടു എന്നാണെങ്കിലും എടുത്ത പോർഷൻസ് അന്നേരം പഠിക്കുന്നതാണ് കുറച്ചും കൂടെ സുഖം എന്ന് എനിക്ക് തോന്നിയത്. ഇന്നലെ ഒരു ബ്ലോക്ക് എടുത്ത സമയത്ത് ഇന്ന് നമുക്ക് മോർണിംഗിൽ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റി. ഇന്നിനിയിപ്പം 2 ബ്ലോക്ക് കൂടെ ഓവർലോഡ് ആവുമ്പോൾ അത് ക്ലാസ് കേൾക്കല് മാത്രമായി പോവോ വിചാരിക്കുന്നു, പഠിക്കാൻ പറ്റൂലേ. ഇതിപ്പോ മിക്സഡ് അഭിപ്രായങ്ങളാണ് നമുക്ക് വരുന്നത്. ഇപ്പോ ഈ അതല്ല ഒരാഴ്ച സാർ, ഈ റിവിഷൻ അങ്ങോട്ട് തീർത്ത് വെക്കല്ലേ നല്ലത്. നമുക്ക് സൗകര്യം പോലെ പിന്നെ പഠിക്കാലോ. അത് ഈ സ്പീഡിൽ പോയി കംപ്ലീറ്റ് ആക്കുകയായിരിക്കുമല്ലോ നന്നാവുക. എപ്പോഴും നമ്മൾക്ക് ഇതിന് ഇരിക്കാൻ കഴിയില്ല.